ഹായ് ഗൈസ്, പാൻ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ വളരെ ഫേമസ് ആയ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നീറ്റ് 2025 ഫൈനൽ പ്രിപ്പറേഷൻ സെഷനിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ബയോളജിയിലെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്ററിനകത്തുള്ള മേജർ പോയിന്റുകൾ, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് കൂടുതൽ സഹായകരമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരെയും ഈ സെഷനിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പോ ആനിമൽ കിങ്ഡംസിന്റെ കാര്യങ്ങൾ, മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു കിങ്ഡമാണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പതുക്കെ എങ്ങനെ കിടക്കാം. അപ്പൊ എന്താണ് ഒരു ആനിമൽ എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ആനിമൽസ് ആർ മൾട്ടിസെല്ലുലാർ ആൻഡ് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് വിത്തൗട്ട് സെൽ വാൾ ആൻഡ് ക്ലോറോഫിൽ. കാരണം സെൽ വാളും ക്ലോറോഫിലും പ്ലാന്റ് സെൽസിന്റെ ഒക്കെ ഫീച്ചർ ആയിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള 11 ഫൈലംസ് ഓഫ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്: 1 പോരിഫറ, 2 നിഡേറിയ, 3 ടീനോഫോറ, 4 പ്ലാറ്റിഹെൽമിന്തസ്, 5 ആഷെൽമിന്തസ്, അനലീഡ, ആർത്രോപോഡ, മോളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, അൻകോഡേറ്റ. അപ്പൊ ഇത്രയും മേജർ ഫൈലംസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോ ഈ ഒരു ചാപ്റ്ററിനകത്ത് സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ആനിമൽ കിങ്ഡത്തിനകത്ത് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, രണ്ടാമത്തത് ബോഡി സിമെട്രി, മൂന്നാമത്തത് ജെർമിനൽ ലെയേഴ്സ്, നാലാമത്തത് സീലോം, അഞ്ചാമത്തത് മെറ്റാമെറിസം, ആറാമത്തത് നോട്ടോകോഡ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് ആനിമൽ കിങ്ഡത്തിനകത്ത് നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആ ഒരു പിന്നെന്താണ് കാര്യങ്ങൾ, അതായത് ഇത്രയും ക്രൈറ്റീരിയാസ് ഇതിനകത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ ഉള്ള സെല്ലുലാർ ലെവൽ, അതുപോലെ ടിഷ്യൂ ലെവൽ, അതുപോലെ ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഇതെല്ലാം കൂടെ വരുന്ന ആ ഒരു ക്രൈറ്റീരിയയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ വരുന്നത്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷൻ ഓഫ് സെൽസ്, ആനിമൽസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു 4 ലെവൽസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താ? അത് സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ്. ഈ ഓർഗാനിസംസിന്റെ ബോഡി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സെൽസ് വിൽ ബി ദർ, സെൽസ് ഉണ്ടായിരിക്കും. പക്ഷെ സെൽസ് ഒരുമിച്ച് കൂടിയിട്ട് ടിഷ്യൂസ് ഒരുമിച്ച് കൂടിയിട്ട് ഓർഗൻസോ അങ്ങനെയൊന്നും ആയിട്ടുണ്ടാവില്ല. സെൽസ് അതിനകത്ത് കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓരോ സെല്ലും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓരോ സെല്ലുകളുടെ ഗ്രൂപ്പുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കടന്നുണ്ടാവും. രണ്ടാമത്തെ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സെല്ലുലാർ ലെവലിന്റെ എക്സാമ്പിൾ ആയിട്ട് നോക്കുന്ന സമയത്ത് പോരിഫറ നല്ലൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. അപ്പോൾ ആ ഓർഗാൻസിന്റെ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ടിഷ്യൂ യൂണിറ്റുകൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ടിഷ്യൂ യൂണിറ്റുകളാണ് ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നിഡേറിയൻസ്, അതുപോലെ ടീനോഫോറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറയുന്ന സമയത്ത് ആ ഓർഗാൻസിന്റെ ബോഡിക്ക് അത് സെൽസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ടിഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് മേജർ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓർഗൻസിനാണ്. ഓർഗൻസ്, ടിഷ്യൂസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ഓർഗൻസ്, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് എക്സാമ്പിൾ ഹയർ ആനിമൽസ്, നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ് മുതലങ്ങ് തുടങ്ങിയിട്ട് കോഡേറ്റ്സ് അടക്കം വരുന്ന എല്ലാം ഇതിനകത്ത് വരുന്ന ആ ഒരു കാറ്റഗറീസ് ആണ്. ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഓർഗൻസ് ആർ അസോസിയേറ്റഡ് ടു ഓർഗൻ സിസ്റ്റം. ഈച്ച് സിസ്റ്റം പെർഫോംസ് എ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. അപ്പോൾ ഓരോ സിസ്റ്റംസ് ബോഡിക്കകത്ത് പ്രസന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സർക്കുലേറ്ററി സിസ്റ്റം, ഇപ്പൊ പമ്പിംഗ് ഓർഗൻ, വെസൽസ്, പിന്നെ അതുപോലെ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ് ആയിരിക്കും. അതുപോലെ റെസ്പിറേറ്ററി ഓർഗൻസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സംഗതി ഒരു സിസ്റ്റമായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു. അത് റെസ്പിറേഷൻ ഫംഗ്ഷൻ മാനേജ് ചെയ്യുന്നു. ഈ രീതിയിൽ വരുന്നതാണ്
ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനിമൽസിന്റെ ആ ഗ്രൂപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 4 ലെവൽസിലാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ 4 ലെവൽസിലാണ് ഓർഗാനിസംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് പിന്നെന്താണ്, ഇതിപ്പോ സിസ്റ്റത്തിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് വിശദമായിട്ട് ഓൾറെഡി പഠിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് പിന്നെന്താണ്, കുറച്ചും കൂടി ഒന്നുകൂടി ഡീപ്പായിട്ട് പറയുന്ന സമയത്ത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗൻ സിസ്റ്റംസ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ് ഷോ കോംപ്ലക്സിറ്റീസ്. എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഡൈജസ്റ്റ് സിസ്റ്റം എടുക്കുന്ന സമയത്ത്, ഒരു ഓർഗാനിസം ഡൈജസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് അതുപോലെ കംപ്ലീറ്റ് 2 പാറ്റേൺസ് അതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ സിസ്റ്റംസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇപ്പൊ ഡയസിസ്റ്റത്തിൽ ഇൻകംപ്ലീറ്റ് എന്ന് പറയും. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി സിംഗിൾ ഓപ്പണിംഗ് ദാറ്റ് ആക്ട് ആസ് മൗത്ത് ആൻഡ് ആനസ്. ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. മൗത്തും ആനസും രണ്ടുമായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരൊറ്റ ഓപ്പണിംഗ് ആണ്. അപ്പൊ ഫുഡ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ആ ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് എല്ലാം ഒരൊറ്റ ഓപ്പണിംഗ്. അതാണ് ഇൻകംപ്ലീറ്റ് ഡയസിസ്റ്റം. കംപ്ലീറ്റ് ആവുമ്പോൾ എന്താണ്, 2 ഓപ്പണിംഗ്സ് പ്രസന്റ് ആയിരിക്കും, മൗത്ത് ആൻഡ് ആനസ്. അപ്പൊ ഈ 2 ഓപ്പണിംഗ്സ് പ്രസന്റ് ആയിരിക്കുന്ന സമയത്ത് ഫുഡ് എൻ്റർ ചെയ്യുന്നത് മൗത്തിലൂടെയും അതിന്റെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ആനസിലൂടെയും ആയിരിക്കും എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇൻകംപ്ലീറ്റ് ആൻഡ് കംപ്ലീറ്റ് വരുന്നത്. അപ്പൊ ഡയജസ്റ്റീവ് സിസ്റ്റം നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ വരാം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഡയജസ്റ്റം, ഇൻകംപ്ലീറ്റ് ഡയജസ്റ്റം അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ അങ്ങനെ. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, ഇതിനകത്ത് ഈ ഒരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ഫ്രീ ആയിട്ട് ബോഡിക്കകത്ത് കൂടെ ഫ്ലോ ചെയ്യുന്ന സംവിധാനങ്ങൾ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൂടെ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ക്ലോസ്ഡ് ആണെങ്കിൽ അങ്ങനെയല്ല, കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലോസ്ഡ് വെസൽ നെറ്റ്വർക്കിലൂടെ മാത്രമേ ഈ ഒരു പിന്നെന്താണ് ബ്ലഡ് പാസ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് അത് ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ഇങ്ങനെ ഒരു 3 കമ്പോണൻസ് കൂടിയിട്ടുള്ള സംവിധാനമായിരിക്കും. ബ്ലഡ് എപ്പോഴും ഒരു പ്രിഫിക്സ്ഡ് പാത്വേയിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത്, കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താ സിമെട്രി? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ 2 sides ഓഫ് മെയിൻ ആക്സിസ് ഓഫ് ദ ബോഡി. അപ്പൊ ബോഡിയിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ഓർഗാൻസിന്റെ ബോഡി ഈക്വൽ ഹാഫുകളാക്കി മാറ്റുന്ന ആ ഒരു സംവിധാനമാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ സിമെട്രി ആനിമൽസ് ആർ 2 types. ഒന്ന് അസിമെട്രിക്കൽ, ബോഡി കനോട്ട് ബി ഡിവൈഡ് ഇൻടു 2 സിമിലർ പാർട്സ്. എങ്ങനെ നമ്മൾ ഇമാജിനറി പ്ലെയിൻസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ബോഡി 2 ഈക്വൽ ഹാഫുകളായിട്ട് മാറില്ല. ആ ടൈപ്പ് ഓർഗാനിസംസ് ആണ് അസിമെട്രിക്കൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ മോസ്റ്റ്, പോറിഫറൻസ്, പിന്നെ അതുപോലെ സ്നെയിൽസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. എല്ലാ സ്നെയിൽസും ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. അപ്പോൾ 2 ഈക്വൽ ഹാഫ്സ് ഓർ മോർ ദാൻ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ബോഡീനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്നത്, ആ ഒരു ടൈപ്പ് പിന്നെ സിമെട്രിയാണ്. അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാവുന്ന ആ ടൈപ്പ് ക്രൈറ്റീരിയൽ കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പൊ ഇതിനകത്ത് റേഡിയൽ സിമെട്രി എന്ന് പറയുന്ന ഫസ്റ്റ് സിമെട്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈലാറ്ററൽ സിമെട്രി. ഈ റേഡിയൽ സിമെട്രിയുടെ പ്രത്യേകത, ഹിയർ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ അലോങ് ദ സെൻട്രൽ ആക്സിസ് ഓർ അബോറൽ ആക്സിസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർക്കിളിന്റെ റേഡിയസിനെ ബേസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാൻസിന്റെ ബോഡി ഈക്വൽ ഹാഫുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് റേഡിയൽ സിമെട്രിയിൽ വരുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന പോറിഫറൻസ്, നിഡേറിയൻസ്, ടിനോഫോസ്, എക്കിനോഡെർമ്സ്, ഇവരൊക്കെ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പക്ഷെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു ലൈൻ, ഒരു ഇമാജിനറി പ്ലെയിൻ നമ്മൾ ബോഡിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ്, ഓൺലി 2 ഈക്വൽ ഹാഫ്സ്. അപ്പോൾ ഹിയർ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് വരുന്ന പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന അഡ്വാൻസ് ലെവൽ ഓർഗാനിസംസ് ഒക്കെ ഈ ഒരു ബൈലാറ്ററൽ സിമെട്രിയാണ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമെട്രിയിൽ എന്താണ്, ദ ബോഡി ഓഫ് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആനിമൽസ്. ഒരു പിന്നെ ബൈലാറ്ററൽ സിമെട്രിയിൽ കട്ട് ചെയ്യാൻ പറ്റാവുന്ന ആനിമൽസിന്റെ ബോഡി നമുക്ക് അതിനകത്ത് ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ സൈഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ അപ്പർ സൈഡിനെ നമ്മൾ ഈ പിന്നെ മുതുക് ഭാഗം, അപ്പർ സൈഡിനെ നമ്മൾ പറയുന്നത് ഡോർസൽ സൈഡ്. ആ ഒരു ലോവർ റീജിയൻ അതിന് നമ്മൾ പറയുന്നത് വെൻട്രൽ. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ലാറ്ററൽ സൈഡ്സ് എന്ന് പറയാം, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ലാറ്ററൽ സൈഡ്സ് എന്ന് പറയാം. പിന്നെ ആന്റീരിയർ എന്ന ഹെഡ് റീജിയൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗം. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ടെയിൽ റീജിയൻ. അപ്പൊ ഈ ഹെഡ് റീജിയൻ സഫാലിക് റീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആന്റീരിയർ, പോസ്റ്റീരിയർ. ഇപ്പോൾ ഡോർസൽ, വെൻട്രൽ, ലാറ്ററൽസ്, 2 റൈറ്റും ലെഫ്റ്റും.
പിന്നെ അതുപോലെ ആന്റീരിയർ പോസ്റ്റീരിയർ ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് ജെർമിനൽ ലെയേഴ്സ് മൂന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ജെർമിനൽ ലെയേഴ്സ്. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? ദർ ആർ layers of embryo from which all the body organs are formed. അപ്പൊ ഈ germinal layers എന്ന് പറഞ്ഞാൽ these are the layers of embryo from which all the body organs are formed. അതായത് എംബ്രിയോണിക് സ്റ്റേജിനകത്ത് നമുക്ക് ലെയറുകളായിട്ട് ടിഷ്യൂസിനെ കാണാൻ പറ്റും. ഇതിൽ നിന്നാണ് ഈ ഒരു ഓരോ ഓർഗൻസും സിസ്റ്റംസും മറ്റും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ജേം ലെയേഴ്സ്, എത്ര ജേം ലെയറുകൾ ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആനിമൽസിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്, രണ്ടാമത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഓക്കെ, ഡിപ്ലോ ട്രിപ്ലോ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വ്യത്യാസങ്ങളുണ്ട്, എന്നാലും നോക്കാം നമുക്ക് എന്താന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഡിപ്ലോ എന്ന് പറഞ്ഞാൽ ടു ഡിപ്ലോബ്ലാസ്റ്റിക് അങ്ങനെ വരുന്ന സമയത്ത് ടു ജേം ലെയേഴ്സ്, ഔട്ടർ എക്ടോഡം ആൻഡ് ഇന്നർ എക്ടോഡം, രണ്ട് ജേം ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ട് ആ ഒരു എംബ്രിയോയിൽ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്താൽ ഞാൻ കാണുന്നത്. അപ്പൊ അതിനകത്ത് ഈ രണ്ട് ജേം ലെയറുകളുടെ ഇടയിൽ മെസോഗ്ലിയ എന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ലെയറും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓർഗാനിസം എക്സാമ്പിൾ നിഡേറിയ, അതുപോലെ ടീനോഫോറൊക്കെ ഈ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഇവരുടെ എംബ്രിയോ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ റിസൾട്ട് വരിക. പക്ഷെ ട്രിപ്പിൾപ്ലാസ്റ്റിക് അഡ്വാൻസ് ലെവലാണ്. അതിനകത്ത് 3 ലെയറുകൾ കൃത്യമായിട്ട് കാണും. എക്ടോഡം, മീസോഡം, എൻഡോഡം, 3 ലെയറുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതിന് എക്സാമ്പിൾ ആണ് പ്ലാറ്റിഹെൽമിന്ത്സ് കോഡേറ്റ്സ്. കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് ഓർഗാനിസംസ് ഒക്കെ ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ആ ഒരു ക്രൈറ്റീരിയ സീലോം എന്ന് പറയുന്നത്. സീലോം അപ്പൊ എന്താ സീലോമിന്റെ പ്രത്യേകതകൾ? അപ്പൊ ഇതിനകത്ത് ഇറ്റ് ഈസ് ദ കാവിറ്റി ലൈൻ ബൈ മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്ന കാവിറ്റിനെയാണ് സീലോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ഗട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ്, സാധാരണഗതിയിൽ ഫുഡ് മൂവ് ചെയ്യുന്ന ആ ട്യൂബുലാർ റീജിയൻസിനെ, ട്യൂബുലാർ ഏരിയനാണ് നമ്മൾ ഗട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗട്ട് വാളിന്റെയും ബോഡി വാളിന്റെയും ഇടയ്ക്കായിട്ട് കാണുന്ന ആ ഒരു റീജിയൻ, ആ ഒരു ഏരിയയിൽ ഇറ്റ് ഈസ് എ കാവിറ്റി ലൈൻ ബൈ മീസോഡം. അതാണ് എന്ത് സീലോം എന്ന് പറയുന്നത്. സീലോം സെപ്പറേറ്റ്സ് ദ മസിൽസ് ആൻഡ് ഗട്ട് ബോഡി വാൾ. അപ്പോൾ സീലോം സെപ്പറേറ്റ്സ് ദ മസിൽസ് ഓഫ് ഗട്ട് ആൻഡ് ബോഡി വാൾ. മസിൽസ് ഓഫ് ഗട്ടിന്റെ മസിൽസിനെയും അതുപോലെ ബോഡി വാളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ഈ സീലോം പ്രസന്റ് ആണോ, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ടൈപ്പിൽ നമുക്ക് ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ വരുന്നതാണ് അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് സീലോമേറ്റ്, 3 കാറ്റഗറീസ്. അപ്പൊ എന്താണ് അസീലോമേറ്റ് എന്ന് പറയുന്നത്? ദ സ്പേസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഡൈജസ്റ്റീവ് കാവിറ്റീസ് ഫിൽഡ് വിത്ത് മെട്രിക്സ്. ആ ഒരു ബോഡി വാളിന്റെയും അതുപോലെ തന്നെ ആ ഒരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ആ ഒരു കാവിറ്റിയുടെയും ഇടയ്ക്കായിട്ട്, അതായത് ഗട്ടിന്റെയും ബോഡി വാളിന്റെ ഇടയ്ക്കായിട്ട് ഒരു കാവിറ്റി പ്രസന്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുന്നതാണ് അസീലോമേറ്റ്. അപ്പൊ സീലോം പ്രസന്റ് അല്ല, ആ ഒരു കാവിറ്റി ഫിൽഡ് വിത്ത് മെട്രിക്സ്. അപ്പൊ അതിനകത്ത് സീലോം എന്ന് പറയുന്ന പ്രത്യേക മേഖലകൾ കാണുന്നില്ല അസീലോമേറ്റ്. പോരിഫറ പ്ലാറ്റിഹെൽമിന്തസ് ഒക്കെ ഈ ഒരു കാറ്റഗറി, പോരിഫറ മുതൽ പ്ലാറ്റിഹെൽമിന്തസ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ ദ ബോഡി കാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം. Here the body cavity is not lined by mesoderm. Mesoderm is scattered pouches. അപ്പൊ മീസോഡം എന്ന് പറയുന്നത് കാണപ്പെടുന്നത് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഉള്ള പൗച്ചുകളായിട്ടാണ്. അപ്പൊ ഇതിനകത്ത് കംപ്ലീറ്റ് സീലോം, ട്രൂ സീലോം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രൂ സീലോം അവൈലബിൾ അല്ല. എന്നാൽ സീലോം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സീലോം പ്രസന്റ് ആണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ അതിനെ പറയുന്നതാണ് സ്യൂഡോസീലോം എന്ന് പറയുന്നത്. സ്യൂഡോസീലോം, ഫോൾസ് സീലോം. സീലോം പ്രസന്റ് ആണെന്ന് ചോദിച്ചാൽ അതുപോലെ ഒരു എന്താണ് സിലോമിക് സെറ്റിംഗ്സ് ഇതിനകത്ത് കാണുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ആ കാറ്റഗറിയിൽ ഒറ്റ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫൈലം മാത്രം വരുന്ന ഫൈലം ആഷെൽമിന്തസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതങ്ങനെ. പിന്നെ വരുന്നത് സീലോമേറ്റ് എന്ന് പറയുന്നത്. സീലോമേറ്റ്, അപ്പൊ എന്താ സീലോമേറ്റിന്റെ പ്രത്യേകത? ഇവിടെ ഹിയർ സീലോം അറൈസസ് ഫ്രം മീസോഡോം. ഈ മീസോഡോമിൽ സീലോം ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. സീലോം ഇസ് ലൈൻഡ് ബൈ എ പെരിറ്റോണിയൽ ലെയർ ആൻഡ് ഫിൽഡ് വിത്ത് സിലോമിക് ഫ്ലൂയിഡ്. അപ്പൊ പെരിറ്റോണിയൽ ലെയർ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്ന പോലെയാണ് അതിനകത്ത് സിലോമിക് ഫ്ലൂയിഡും പ്രസന്റ് ആണ്. ഈ ഒരു ടൈപ്പാണ് നമ്മൾ പറയുന്ന സീലോമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അനലീഡ മുതലങ്ങ് തുടങ്ങിയിട്ട് കോഡേറ്റ വരെയുള്ള ഓർഗാനിസംസ് ഈ ഒരു കാറ്റഗറിയിലാണ് സാധാരണഗതിയിൽ വരുന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മളുടെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെറ്റാമെറിസം എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താ മെറ്റാമെറിസം? It is a phenomenon which the body or organ is externally and internally divided into repeated segments, metameres. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കാരണം നമ്മളിപ്പോൾ നീറ്റിന്റെ പ്രിപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷമാണ് മറ്റുള്ള പ്രിപ്പറേറ്ററി പ്രോസസ്സുകളിലേക്ക് നിങ്ങൾ കടക്കേണ്ടത്. അപ്പോൾ ഓരോ വേർഡും ഓരോ സെന്റൻസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ഫെനോമിനൻ വിച്ച് ദ ബോഡി ഓർ ഓർഗൻ ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഡിവൈഡഡ് ഇൻ ടു റിപ്പീറ്റഡ് സെഗ്മെന്റ്സ്. ആ ബോഡി എന്ന് പറയുന്നത് ഇന്റേണലി എക്സ്റ്റേണലി കുറെ സെഗ്മെന്റ്സുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പോലെ കാണുന്നുണ്ടെങ്കിൽ അതാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ അനലൈറ്റ്സിന്റെ ബോഡിയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറെ സെഗ്മെന്റ്സ് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ആ സെഗ്മെന്റുകൾ കൂട്ടിച്ചേർത്ത് ഏകദേശം സെഗ്മെന്റ്സ് ഒക്കെ ഒരേപോലെയാണ്, വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ബോഡി ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പിനെയാണ് മെറ്റാമെറിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അല്ലാത്ത നോൺ മെറ്റാമെറിസം ഇസ് നോട്ട് അവൈലബിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മറ്റൊരു ക്രൈറ്റീരിയ. ഓക്കെ, ഇനി അടുത്തത് നോട്ടോകോഡ്. എന്താണ് നോട്ടോകോഡ്? ഈ നോട്ടോകോഡിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. എന്താ നോട്ടോകോഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് സപ്പോർട്ടിംഗ് റോഡ് ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഇൻ സം ആനിമൽസ്. അപ്പോൾ മീസോഡെർമലി ഒറിജിനേറ്റഡ് ആണ്, സപ്പോർട്ടിംഗ് ആണ്, പിന്നെന്താണ് ഡോർസൽ സൈഡിൽ, ഓർഗാൻസിന്റെ ഡോർസൽ സൈഡിൽ എംബ്രിയോണിക് സ്റ്റേജിൽ പ്രസന്റ് ആണ് ഇൻ സം ആനിമൽസ്. ഇതാണ് ഈ പറഞ്ഞത് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആനിമൽസ് വിത്ത് നോട്ടോകോഡ്, ഈ നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളവര് കോഡേറ്റ്സ് എന്ന് പറയും, അല്ലാത്തവര് നോട്ടോകോഡ് ഇല്ല അങ്ങനെയുള്ള ആളുകളെ നോൺ കോഡേറ്റ്സ് എന്ന് പറയും. മേജർ ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് ഈ ആനിമൽ കിങ്ഡത്തിനകത്തുള്ള കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാം ആ ഒരു ലിങ്കിലൂടെ നമ്മളോട് ചോദിക്കും. അതിന്റെ കൃത്യമായ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങളുടെ ഏത് സംശയം ഏത് സമയം തീർത്തു തരാൻ യൂണിവേഴ്സൽ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂണിവേഴ്സലുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ ആ ഒരു ഏത് സംശയവും തീർത്തു തരാൻ ഞങ്ങളുടെ ഫാക്കൽറ്റീസും ഞങ്ങളുടെ ടീം മെമ്പേഴ്സും എപ്പോഴും റെഡിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഈ ഒരു കിങ്ഡം ആനിമേലിയ അറ്റ് എ ഗ്ലാൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനൊരു ചെറിയ ഒരു 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 ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കാണാം. അപ്പൊ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിലേക്ക് കൂടുതലായിട്ട് എൻ്റർ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഇത് നമ്മൾ ടെക്സ്റ്റിനകത്തുള്ള സെയിം ആ ഒരു ഡയഗ്രത്തിന്റെ മറ്റൊരു പ്രസന്റേഷനാണ്. അപ്പോൾ ആ ഒരു കിങ്ഡം ആനിമേലിയയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈനാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് ഓരോ ഫൈലത്തിനെ കുറിച്ചും ഡിസ്കഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ പിന്നെ എന്താണ് അനലൈസ് ചെയ്യുന്ന കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഫൈൽ എന്ന് പറയുന്നത് ഈ ഫൈലം പോരിഫറ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതിലേക്കാണ് കിടക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഈ ഇൻവെർട്ടിബ്രേറ്റ്സ് സെഷനാണ്. അപ്പൊ അതിനകത്ത് ഫൈലം പോരിഫറ എന്ന് പറയുന്ന സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് ഫൈലമാണ്, സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫീച്ചറുകൾ അങ്ങനെ തന്നെ ബൈഹേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഓൾറെഡി ബൈഹേർട്ട് ചെയ്ത ആൾക്കാരാണെന്ന് അറിയാം, എങ്കിലും നമ്മൾ ഒന്നും കൂടെ അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ നോക്കാം, ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ നോക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതിനകത്ത് ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? സെല്ലുലാർ ലെവൽ. അപ്പൊ ഓരോ പോയിന്റുകൾ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് അത് പഠിച്ച് മുന്നോട്ട് പോകട്ടോ. അപ്പോൾ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ. പിന്നെ സിമെട്രി, മോസ്റ്റ് അസിമെട്രിക്കൽ, സം ആർ റേഡിയൽ. വളരെ അപൂർവമായിട്ട് കുറച്ചെണ്ണം മാത്രം റേഡിയലാണ്. ഇതിനകത്ത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ജേം ലെയേഴ്സ് സെഷൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊരു പിന്നെ ലെയറുകൾ ഫോം ചെയ്ത് അത് അറേഞ്ച്ഡ് ആയി കൃത്യമായിട്ട് ആ ഒരു ലെയറുകളിൽ നിന്ന് ഡെവലപ്മെന്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ജേം ലെയേഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെൽ അഗ്രിഗേറ്റ്സ് പെർഫോംസ് ദ ബോഡി ഫങ്ഷൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജേം ലെയേഴ്സ് ഒന്നും അങ്ങനെ ഫോം ആയിട്ടില്ല. പിന്നെ സീലോം, ഇത് അസീലോമേറ്റ് ആണ്, സീലോം പ്രസന്റ് അല്ല, സിമ്പിൾ അല്ലേ?
പിന്നെ ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ്. എന്താ ഹാബിറ്റാറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ, സെഡന്ററി, പിന്നെ അതുപോലെ തന്നെ സോളിറ്ററി, കൊളോണിയൽ. അപ്പൊ സാധാരണഗതിയിൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. പിന്നെ സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഓർഗാനിസം സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സമയത്ത് അത് കൊളോണിയൽ ആണ്, ഒരുമിച്ച് കൂടിയിട്ട് പിന്നെന്താണ് ഈ ഒരു ഗ്രൂപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതും സാധാരണഗതിയിൽ കാണാറുണ്ട്. ഒരു കാണുന്ന പ്രദേശം ഒന്നിച്ച് ഇവര് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും കാണാം. ഡൈജസ്റ്റീവ് സിസ്റ്റം ആബ്സെന്റ് ആണ്, കാരണം സിസ്റ്റം എന്ന് പറയാനൊന്നുമില്ല. ഇത് ഒരു സെൽ അഗ്രിഗേറ്റ്സ് എല്ലാം കൂടെ ഒരു കവറിങ്ങിനകത്ത്, അതിന്റെ ഒരു ഷെല്ലിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സിസ്റ്റംസ് ഒന്നും ഡെവലപ്ഡ് അല്ല. പിന്നെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പോൾ സെല്ലുകളുടെ ഉള്ളിൽ വെച്ച് ഇന്റർസെല്ലുലാർ ഡിഫറൻസ് അറിയാം. അപ്പൊ ഇതിന്റെ ആ ഒരു ന്യൂട്രിയൻസ് കാര്യങ്ങൾ, അതിന്റെ പിന്നെ ആ ഒരു പിന്നെന്താണ് പ്രോസസ്സിങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് ഡയറക്റ്റ് ആയിട്ട് സെല്ലുകളുടെ ഉള്ളിലേക്ക് എടുത്ത് അതിന്റെ ഉള്ളിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് ന്യൂട്രിയൻസ് റിലീസ് ചെയ്യുന്ന രീതിയാണ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെല്ലുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ഇതിനകത്ത് ആബ്സെന്റ് ആണ്, സർക്കുലേറ്ററി ആബ്സെന്റ് ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പിന്നെന്താണ് മെയിൻ ഫീച്ചർ ആയിട്ട് ടെക്സ്റ്റിനകത്ത് പറയുന്നത് കൊവാനോസൈറ്റ്സ് എന്നാണ്. അതിന്റെ ആ ഒരു പിന്നെ ഉള്ളിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഫംഗ്ഷൻ സെല്ലുകൾ നമ്മൾ പറയുന്നത് കൊവാനോസൈറ്റ്സ് എന്നുള്ള പേരിലാണ്. അപ്പൊ കൊവാനോസൈറ്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരാൻ പോകുന്ന സെഷനുകളിൽ ഡിസ്കഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റുകളിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ രണ്ടും അവൈലബിൾ ആണ്. ഇത് ഹെർമാഫ്രോഡൈറ്റ് ആണ്. മെയിൽ ഫീമെയിൽ അങ്ങനെ സെപ്പറേഷൻ ഒന്നും സാധാരണഗതിയിൽ അവൈലബിൾ അല്ല. ഇന്റേണൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതായത് സൈഡിലുള്ള കുറെ ഓപ്പണിങ്സ് ഉണ്ട്. ഓസ്റ്റിയ എന്ന് പറഞ്ഞ ഓപ്പണിങ്സ് വഴിയായിട്ട് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. അത് മുകളിലുള്ള ഓപ്പണിംഗ് ആയിട്ടുള്ള ഓസ്കുലം വഴി ആ ഒരു വാട്ടർ പുറത്തേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഈ വാട്ടർ കനാൽ സിസ്റ്റം. ഇതുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം? റെസ്പിറേഷൻ, ഡൈജഷൻ, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം, റെസ്പിറേഷൻ, ഡൈജഷൻ, ഡൈജസ്റ്റീവ് വേസ്റ്റിന്റെ റിമൂവൽ, എജഷൻ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എക്സ്ക്രീഷൻ. ഈ സർക്കുലേറ്ററി സിസ്റ്റം ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു ഫംഗ്ഷൻ കൂടെ ചെയ്യുന്നത് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടറാണ് ബോഡിയുടെ ഉള്ളിലൂടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഈ ഒരു പിന്നെ വാട്ടർ കനാൽ സിസ്റ്റം ചെയ്യുന്നുണ്ട്. പിന്നെ ഓസ്റ്റിയാസ് ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്പോഞ്ചോസീൽ കനാൽസ് ആർ ലൈൻഡ് വിത്ത് കൊവാനോസൈറ്റ്സ്. ഇതിന്റെ ഉള്ളിലുള്ള ക്യാവിറ്റിയെ പറയുന്ന പേരാണ് സ്പോഞ്ചോസീൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൊവാനോസൈറ്റ്സ് എന്ന സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോഡി സപ്പോർട്ടഡ് ബൈ സ്പൈക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. വളരെ ഹാർഡ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ഒരു ഷെല്ലിനകത്താണ് ഈ ഓർഗാനിസം സസ്റ്റെയിൻ ചെയ്യുന്നത്. ആ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സ്പൈക്യൂൾസും സ്പോഞ്ചിൻ എന്ന് പറയുന്ന ഫൈബറുകളും ചേർത്തിട്ടാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട്. പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കൺ, സ്പോഞ്ചില്ല, യുസ്പോഞ്ചിയ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കത് എത്രയും പെട്ടെന്ന് അതിന്റെ ആൻസറുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഇന്റൻസ് ട്രെയിനിങ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റിസൾട്ടും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പറയത്തക്ക രീതിയിൽ ഒരു ഓൾ ഇന്ത്യ ലെവൽ തന്നെ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനമായിട്ടാണ് യൂണിവേഴ്സൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എൻട്രൻസ് നിങ്ങളുടെ ഒരു സ്വപ്നമാണ് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അതിനുള്ള വഴി കാണിച്ചു തരും. എപ്പോഴും നിങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ബി കോൺഫിഡൻറ്റ്. അപ്പൊ നോക്കാം ഇതിന്റെ എക്സാമ്പിൾസ്. നിങ്ങൾക്ക് പരിചയമുള്ള സംഗതികളൊക്കെ തന്നെയാണ്. സൈക്കൻസ്, പിന്നെ അതുപോലെ തന്നെ സ്പോഞ്ചില്ല. ഇത് ഫ്രഷ് വാട്ടർ ആണെന്നുള്ളത് പ്രത്യേകത ഉണ്ട്. സ്പോഞ്ചില്ല കേട്ടോ. പിന്നെ യൂസ്പോഞ്ചിയ, ബാറ്റ് സ്പോഞ്ച് എന്ന് പറയുന്ന സ്പോഞ്ച്. ഓക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇതൊരു ചെറിയ സെഷനാണ്, ഒരു ക്രാഷ് സെഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയില്ല. അതിനുള്ള സമയം പരിമിതികൾ നമുക്കുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആ ഒരു ഫൈലത്തിലേക്ക് കിടന്നാലോ? ഫൈലം നിഡേറിയ എന്ന് പറയുന്ന ആ ഒരു ഫൈലത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാം. ഫൈലം നിഡേറിയ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തത് ഫൈലം നിഡേറിയയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഫൈലം തന്നെയാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവലാണ്. അതായത് ബോഡിക്കകത്ത് ടിഷ്യൂസ് ആർ പ്രസന്റ് ഫോർ ടു ഡു ദ ഫങ്ഷൻസ്. പിന്നെ ഇതിന്റെ സിമെട്രി റേഡിയൽ സിമെട്രി. പിന്നെ ജേം ലെയേഴ്സ് ഡിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ
എൻഡോഡം, 2 ലെയറുകളാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. പിന്നെ സീലോം പ്രസന്റ് അല്ല, അസീലോമേറ്റ് ആണ്. ഹാബിറ്റാറ്റ് എന്താണ്? അക്വാട്ടിക്, മോസ്റ്റ്ലി മറൈൻ, സസൈൽ, ഫ്രീ സ്വിമ്മിങ് ഈ പാറ്റേണിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സോളിറ്ററി ആൻഡ് കൊളോണിയൽ. സോളിറ്ററി ഒറ്റയ്ക്കായിട്ട് കാണുന്ന ആ ഒരു ടീമുകൾ ഉണ്ട്. ഇതിനകത്ത് ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. പിന്നെ അതുപോലെ കൊളോണിയൽ ഗ്രൂപ്പായിട്ട് ഒരു കോളനി പോലെ സസ്റ്റെയിൻ ചെയ്യുന്നവരും ഈ ഒരു പിന്നെ ഓർഗാനിസംസും ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ട്. ഡൈജസ്റ്റ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ഇൻട്രാ സെല്ലുലാർ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. പിന്നെ വാട്ടർ, അതുപോലെ തന്നെ ഫുഡ് തുടങ്ങിയ സംഗതികളൊക്കെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്, പുറത്തേക്ക് പോകുന്നതിന്. അങ്ങനെ ഉള്ളിലുള്ള ഈ ക്യാവിറ്റി, ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി പ്രസന്റ് ആണല്ലോ. ആ ക്യാവിറ്റിനെയാണ് സിലിൻഡ്രോൺ എന്ന് പറയുന്നത്. ആ സിലിൻഡ്രോൺ പ്രസന്റ് ആയതുകൊണ്ട് സിലിൻഡ്രേറ്റ എന്ന് പറയും. ആ ക്യാവിറ്റി ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്നും പറയാം. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യുന്നു, അതുപോലെ വാട്ടർ എൻ്റർ ചെയ്യുന്നു, മറ്റുള്ള മെറ്റീരിയൽസ് എൻ്റർ ചെയ്യുന്നു. അവസാനം ആ എൻ്റർ ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ യൂട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കയറി ഇറങ്ങി പോകുന്ന ഒരു സംവിധാനം ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സംവിധാനത്തെയാണ് നമ്മൾ പറയുന്നത് ഗ്യാസ്ട്രോവാസ്കുലർ സിസ്റ്റം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പിന്നെ ഫുഡ്, വാട്ടർ തുടങ്ങിയ മെറ്റീരിയൽസ് എൻ്റർ ചെയ്യാനും തിരിച്ചു പോകാനും ഒറ്റ ഓപ്പണിംഗ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞത്. ഇൻട്രാ സെല്ലുലാർ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ, 2 രീതിയിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സംഗതി പ്രസന്റ് അല്ല. ഗ്യാസ്ട്രോവാസ്കുലർ സിസ്റ്റം വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ് അല്ല. അപ്പോൾ ഈ 2 സിസ്റ്റംസ് ഇതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ പോളിപ്പ് റിപ്രൊഡ്യൂസസ് അസെക്ഷലി, അതായത് ബഡ്ഡിങ്, ആൻഡ് മെഡൂസ സെക്ഷലി. മോസ്റ്റ് ആർ സെപ്പറേറ്റ് സെക്സസ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് ആർ സെപ്പറേറ്റ് സെക്സസ്, എക്സ്റ്റേണൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്നു. അപ്പൊ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഉള്ളത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചില ഓർഗാനിസംസ്, എല്ലാവരും ഇല്ല, ചില ഓർഗാനിസംസ് ഇത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ ഓൾട്ടർനേഷൻ ജനറേഷൻ? ഒരു ലൈഫ് സ്പാനിൽ തന്നെ, ഒരു ലൈഫ് ടൈമിൽ തന്നെ ഈ ഓർഗാനിസംസ് 2 രൂപത്തിൽ, 2 ഫോമിൽ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വരുന്ന സമയത്ത് പോളിപ്പ്, മെഡൂസ ഈ 2 ഫോമുകളും ഒരു ജീവിതകാലത്തിന്റെ ഇടയ്ക്ക്, ലൈഫ് സ്പാനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തുടക്കത്തിൽ ഇത് പോളിപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു. പോളിപ്പ് അസെക്ഷൽ മോഡാണ്, അസെക്ഷൽ ഫോമാറ്റിൽ വരുന്നതാണ് പോളിപ്പ് എന്ന് പറയുന്നത്. ആ പോളിപ്പിൽ നിന്നും മെഡൂസ ജനറേറ്റ് ചെയ്ത് വരുന്നു. മെഡൂസ സെക്ഷൽ ഫോമാണ്. അപ്പൊ ഈ 2 പിന്നെ ഫോമിലും ഒരു ഓർഗാനിസം സസ്റ്റെയിൻ ചെയ്യുന്നു. വീണ്ടും ഈ ഒരു മെഡൂസകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമും ഓവും ഫ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാർവ ഡെവലപ്പ് ചെയ്യുന്നു. ലാർവ ഡെവലപ്പ് ചെയ്ത് ആ ലാർവ പതുക്കെ അഡ്വാൻസ് ചെയ്ത് വീണ്ടും പോളിപ്പായിട്ട് മാറുന്നു. അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക തരം ലൈഫ് സ്പാൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അത് എല്ലാ ഓർഗാനിസിലല്ല, ഇതിനകത്ത് ചിലതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ യുണീക്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ്, എ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി, സിലിൻഡ്രോൺ പ്രസന്റ് ആണ്, വിത്ത് ആൻ ഓപ്പണിംഗ് മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. ഇതിന്റെ മൗത്ത് കാണുന്ന മേഖല ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. പിന്നെ പോളിപ്പ് മെഡൂസ ഫോം സം ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ പോളിപ്പ് മെഡൂസ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയ കാര്യമാണ്. പോളിപ്പ് മെഡൂസയും രണ്ടും കൂടെ ചേർന്ന് ഓൾട്ടർനേഷൻ ജനറേഷൻ എന്ന് പറഞ്ഞ സംഗതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഒരു ലൈഫ് ടൈമിൽ 2 രൂപത്തിൽ ഓർഗാനിസം സസ്റ്റെയിൻ ചെയ്യുന്നു. പിന്നെ കോറൽ സാവ് സ്കെൽട്ടൻ, ഇതിന് ചില ഓർഗാനിസിനകത്ത് കൃത്യമായി സ്കെൽട്ടൻ ഫോം ചെയ്യുന്നുണ്ട്. കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കിയ സ്കെൽട്ടൻ ചില ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനകത്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഹൈഡ്ര, ഒബീലിയ, ഓറീലിയ, പിന്നെ ഫൈസാലിയ, എഡാംസിയ, പെനാറ്റുല, ഗൊർഗോണിയ, മിയാൻട്രിന. ഇത്രയാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസിന്റെ ഫോട്ടോസ് നമ്മൾ കുറച്ചെണ്ണം. ഹൈഡ്ര, ഒബീലിയ, ഫൈസാലിയ, എഡാംസിയ, പെനാറ്റുല, ഗൊർഗോണിയ, മിയാൻട്രിന, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഫൈലത്തിലേക്ക് പോലെ അല്ലേ? ഫൈലം ടീനോഫോറ നോക്കാറല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ബയോലൂമിനസൻസ് പ്രസന്റ് ആയിട്ടുള്ള മറൈൻ ഓർഗാനിസംസിന്റെ കാറ്റഗറിയാണ് ഈ ഫൈലം ടീനോഫോറ എന്ന് പറയുന്നത്. ഓക്കെ, കോം ജെല്ലീസ് എന്ന് പറയും, സീ വാൾനട്ട് എന്ന് പറയും. വാൾനട്ടിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ. അപ്പൊ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, റേഡിയൽ സിമെട്രി ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, അസീലോമേറ്റ് ആണ്. ഹാബിറ്റനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് എക്സ്ക്ലൂസീവ്ലി മറൈൻ, സോളിറ്ററി ആൻഡ് പെലാജിക് 2 ഫോമിലും ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്.
പിന്നെ ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ പ്രസന്റ് ആണ്. രണ്ട് രീതിയിലും സെല്ലിന്റെ പുറത്ത് ഡൈജഷൻ നടന്നിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന രീതിയും സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ വെച്ച് ഡൈജഷൻ നടന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയും ഇതിനകത്ത് കാണുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം പ്രസന്റ് അല്ല, സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ് അല്ല. പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓൺലി സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമാണ്, എക്സ്ക്ലൂസീവ്ലി സെക്ഷൽ ആണ്. ഹെർമാഫ്രോഡൈറ്റ് ആണ് ഓർഗാൻസ്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ആർ സീൻ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ ഇതിന്റെ യുണീക് ഫീച്ചർ നോക്കുകയാണെങ്കിൽ ലോക്കോമോഷൻ ഈസ് ബൈ 8 വെർട്ടിക്കൽ എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ്. ഇതിന്റെ ബോഡിയിൽ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് പ്രസന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ മൂവ്മെന്റ്, ലോക്കോമോഷൻ, മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന 8 റോ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ് ഇതിനകത്ത് പ്രസന്റ് ആണ്. പിന്നെ ടെന്റക്കിൾസ് പ്രസന്റ് ആണ്, ഷോസ് ബയോലൂമിനസെൻസ്. അതിന്റെ പ്രിഡേഷൻ മറ്റുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ ബോഡിക്കകത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, എന്താണ് അതിന്റെ പിന്നിലുള്ള മെക്കാനിസം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബയോലൂമിനസെൻസ്. പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ടീനോഫ് പ്ലാന, അതുപോലെ തന്നെ പ്ലൂറോബ്രാക്കിയ. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ഓർഗാനിസിന്റെ ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് ഓർഗാനിസംസ് കൂടി ചേർന്നിട്ടുള്ള വലിയൊരു ഫൈലമാണ് നമ്മളുടെ ഫൈലം ടീനോഫോറ. അപ്പോൾ ബയോലൂമിനസെൻസ് അടക്കമുണ്ട്, മൾട്ടി കളറിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസിന്റെ റിയൽ ഫോട്ടോസ് ആണത്, പ്ലൂറോബ്രാക്കിയ അതുപോലെ ടീനോപ്ലാൻ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടിന്റെയും ആ പിക്ചറുകൾ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ബയോലൂമിനസെൻസും ടെന്റക്കിൾസും കോംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതാണ് കോംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടോ? അങ്ങനെ നമ്മൾ കോംപ്ലേറ്റുകൾ സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ എന്താണ്? ഫ്ലാറ്റ് വേംസിന്റെ ഒരു കാറ്റഗറിയാണ് ഈ ഒരു ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ നോക്കാം. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ. അപ്പൊ നോക്കാം എന്താണ് ഈ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ, സിമെട്രി ബൈലാറ്ററൽ, ജേർമലൈസ്ഡ് ട്രിപ്പിൾബ്ലാസ്റ്റിക്, സീലോം അസീലോമേറ്റ് പ്രസന്റ് അല്ല. പിന്നെ ഇതിന്റെ ഹാബിറ്റാറ്റ് മെയിൻലി അക്വാട്ടിക് ആണ്. പിന്നെ എൻഡോ പാരസൈറ്റിക് ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചിലത് അങ്ങനെ പാരസൈറ്റ് ഒന്നുമല്ല, ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതിന്റെ ഡയ സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്, കാരണം പിന്നെ ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമായിട്ട് കാണുന്നതാണ്. ഈ പിന്നെ മൗത്ത് പലപ്പോഴും ടെർമിനൽ ആയിട്ട് കാണുന്നുണ്ട്, അല്ലാത്തതും ആയിട്ടുള്ള മൗത്തുകൾ അവൈലബിൾ ആണ്. പ്ലനേറിയയുടെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലനേറിയ എന്ന് ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ടുള്ള ഓർഗാൻസ് ആണ്. അതിന്റെ സെൻട്രൽ ഏരിയയിലാണ് മൗത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആബ്സെന്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. പിന്നെ അതിന്റെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അസെക്ഷൽ ആൻഡ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അവൈലബിൾ ആണ്. ഇത് ഹെർമാഫ്രോഡൈറ്റ് ആണ് എന്നുള്ള പ്രത്യേകത. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതുപോലെ ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ലാർവൽ സ്റ്റേജസ് ആർ ദ മെനി ലാർവൽ സ്റ്റേജസ് ഇതിനകത്തുണ്ട്. പിന്നെ യുണീക് ഫീച്ചറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇതിന് കാണുന്നത്. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് എക്സെപ്റ്റ് ടേപ്പ് വേംസ്. ടേപ്പ് വേംസ് അങ്ങനെ ഡോർസോ വെൻട്രലി കംപ്ലീറ്റ് ഫ്ലാറ്റൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഹെഡ് അടക്കമുള്ള ഭാഗങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ ഒരു ഫ്ലാറ്റ് പാറ്റേണിൽ മാറിയിട്ട് ഒരു സർക്കുലർ പാറ്റേണിൽ വന്നിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. എക്സ്ക്രീഷൻ ബൈ ഫ്ലെയിം സെൽസ്, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള സംഗതിയാണ്. പ്രോട്ടോനെഫ്രീഡിയ എന്നാണ് ഈ ഒരു ഫ്ലെയിം സെൽസിന്റെ മറ്റൊരു പേര്, പ്രോട്ടോനെഫ്രീഡിയ. പിന്നെ പാരസൈറ്റ്സ് ഹാവ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. പാരസൈറ്റ്സിന് ഹുക്സും സക്കേഴ്സും പ്രസന്റ് ആണ്. അത് ഈ ഒരു പിന്നെ ഈ ഹോസ്റ്റിന്റെ ബോഡിയിൽ മെംബ്രെയിൻസുമായിട്ട് അറ്റാച്ച് ചെയ്യാനും അതിൽ നിന്നും ബ്ലഡ് സക്ക് ചെയ്ത് എടുക്കാൻ, ബ്ലഡ് ആദ്യം പുറത്തോട്ട് വന്നെങ്കിൽ അത് ബ്ലീഡിങ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹുക്സ് യൂസ് ചെയ്യുന്നു. സക്കേഴ്സ് ഈ ബ്ലഡിനെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഓക്കെ അല്ലേ? ഇനി ഫ്രം ദ ഹോസ് ത്രൂ ദെയർ ബോഡി സർഫസ്. അപ്പൊ എന്താണ്? സം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ് ത്രൂ ദെയർ ബോഡി സർഫസ്. അപ്പൊ ബോഡി സർഫസുകളിൽ നിന്ന് ബ്ലഡ് വലിച്ചെടുത്തിട്ട് പല പാരസൈറ്റുകളും ജീവിക്കുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഫൈലത്തിന്റെ ആ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ എക്സാമ്പിൾസ്, ഇത് ടേപ്പ് വേം, ടീനിയ സോളിയം എന്ന് പറയുന്ന ടേപ്പ് വേം ആണ്. ഇത് എൻഡോ പാരസൈറ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഈ പിന്നെ ആനിമൽസിന്റെ ഒക്കെ ബോഡിക്കകത്ത് കയറി കൂടി
ആ ബോഡിക്കകത്ത് ഡൈജസ്റ്റ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ബോഡിയുടെ ഉള്ളിൽ ഒരു പാരസൈറ്റ് ആയിട്ട് എൻഡോ പാരസൈറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ഈ ഒരു ടീനിയ സോളിയം ടേപ്പ് പോവും. പിന്നെ ഇത് ഫെസിയോള, ലിവർ ഫ്ലൂക്ക്. പിന്നെ മൂന്നാമത്തത് പ്ലനേറിയ. ഈ പ്ലനേറിയ എന്ന് പറയുന്ന റീജനറേഷൻ കപ്പാസിറ്റി അടക്കമുള്ള വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഗ്രൂപ്പും കൂടിയാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പിന്നെ അടുത്തതായിട്ട് കിടക്കുന്നത് എന്ത്? ഫൈലം ആഷെൽമിന്തസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, ആഷെൽമിന്തസ്. അപ്പൊ എന്താണ്? റൗണ്ട് വേംസ് ആണ് കേട്ടോ. മറ്റത് ഫ്ലാറ്റ് വേംസ്, ഒട്ടും പറഞ്ഞത് ഫ്ലാറ്റ് വേംസ് ആണ്, ഇത് റൗണ്ട് വേംസ് ആണ്. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകതകൾ നോക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് എ ഗ്ലാൻസ്, ഏത്? ഫൈലം ആഷെൽമിന്തസ്. അപ്പോ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ഡെവലപ്ഡ് ആണ്, അഡ്വാൻസ്ഡ് ആണ്, സിമെട്രി ബൈലാറ്ററൽ ആണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ജെംലേഴ്സ് ആണ്. അപ്പോൾ എക്ടോഡം, ഇസോഡം, എൻഡോഡം. സീലോം സ്യൂഡോ സീലോമേറ്റ് ആണ്. ഹാബിറ്റാറ്റ് ആണ്, അക്വാട്ടിക് ഉണ്ട്, ടെറസ്ട്രിയൽ ഉണ്ട്, ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. പലതും പാരസൈറ്റിക് ലൈഫാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡയേഷ്യസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഡയേഷ്യസ് ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇതിനകത്ത് സാധാരണഗതിയിൽ നടക്കുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ആന്തരികമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നടക്കുന്നുണ്ട്. പിന്നെ ചിലത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതി, ചിലത് ലാർവൽ സ്റ്റേജിലൂടെ വന്നിരുന്നു, അത്രയുള്ള വ്യത്യാസം. പിന്നെ യുണീക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് സിങ്ഷ്യൽ എപ്പിഡെർമിസ് എന്ന് പറയുന്ന പ്രത്യേകതരം എപ്പിഡെർമിസ് സെറ്റിംഗ്സ് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ തിക്കായുള്ള വളരെ കട്ടി കൂടിയ ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. ആൻഡ് എക്സ്ക്രീറ്ററി ട്യൂബ് ടു റിമൂവ് ബോഡി വേസ്റ്റ്. ബോഡിയിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ എക്സ്ക്രീറ്ററി ട്യൂബ് അവൈലബിൾ ആണ് ത്രൂ ദ എക്സ്ക്രീറ്ററി പോർ. ആ എക്സ്ക്രീറ്ററി ട്യൂബ് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് മുഴുവൻ എക്സ്ക്രീറ്ററി ട്യൂബ് വഴി പുറത്തേക്ക് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഡൈമോർഫിസം കൃത്യമായിട്ട് കാണുന്ന ഒരു യുണീക്ക് ഫീച്ചറാണ് സെക്ഷൽ ഡൈമോർഫിസം. മെയിലും ഫീമെയിലും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പിന്നെ അത് പ്രാക്ടിക്കൽ സെക്ഷനിലടക്കം അതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ അസ്കാരിസ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അസ്കാരിസ്, അതുപോലെ ആൻ സൈലോസ്റ്റോമ, ഉച്ചറേറിയ. ഇത് മൂന്നും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മളിവിടെ കാണാതെ. അസ്കാരിസ്, പിന്നെ ഹുക്കുവേം, ആൻ സൈലോസ്റ്റോമ അല്ലെങ്കിൽ ആൻകൈലോസ്റ്റോമ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അസ്കാരിസ്, പിന്നെ ഉക്കുവേം, നമ്മൾ ഉക്കരേറിയ എന്ന് പറയാം, ഉച്ചറേറിയ എന്ന് പറയാം. ഫൈലേറിയൽ വേമാണ് സംഭവം. മന്ത് രോഗം നമുക്ക് ഉണ്ടാക്കുന്ന ആ വേമാണ് ഫൈലേറിയൽ വേം. ഓക്കെ അല്ലേ? ഇവരൊക്കെ എന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഫൈലം അനലീഡ. ഓക്കെ അല്ലേ? അപ്പോ റിംഗ്ഡ് ഓർ സെഗ്മെന്റഡ് വേംസ് ആണ്. മെറ്റാമറിസം പ്രസന്റ് ആണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഈ മെറ്റാമറിക് ഓർഗാനിസത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സോട് കൂടിയ ഓർഗാനിസംസ് ആണ് ഫൈലം അനലീഡ. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ അഡ്വാൻസ്ഡ് ആയി. പിന്നെ സിമെട്രി ബൈലാറ്ററൽ ആണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്, സിലോമേറ്റ് ആണ്. പിന്നെ ഹാബിറ്റാറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ടെറസ്ട്രിയൽ കരയിൽ കാണുന്നുണ്ട്, ഫ്രഷ് വാട്ടറിൽ കാണുന്നുണ്ട്, വെള്ളത്തിൽ, അതായത് പിന്നെ നമ്മള് ഈ മറൈൻ വാട്ടറിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രീ ലിവിംഗ് ടൈപ്പുകളുണ്ട്, പാരസൈറ്റിക് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ ഡയജസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ഡയജസ്റ്റ് സിസ്റ്റം കാണുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ ഇതിന്റെ പിന്നെ റെസ്പിറേഷൻ നോക്കുകയാണെങ്കിൽ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, അതുപോലെ ബ്രാക്കിയൽ റെസ്പിറേഷൻ. എന്ത് ഈ ക്യൂട്ടേനിയസ്? സ്കിൻ വഴി ഡയറക്റ്റ് ആയിട്ട് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടത്താൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഗ്രൂപ്പ്. അപ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ പ്രസന്റ് ആണ്. പിന്നെ ബ്രാക്കിയൽ ഗിൽസ് യൂസ് ചെയ്തുള്ള റെസ്പിറേഷനും ഈ അക്വാട്ടിക് ഫോംസിനകത്ത് അതും അവൈലബിൾ ആണ്. സർക്കുലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ടൈപ്പ് ആണ്, ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ആണ് ഇതിനകത്ത് കാണുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ആണ്. എർത്തുവോം ആൻഡ് ലീച്ചസ് ആർ മൊണേഷ്യസ്. എർത്തുവോം ലീച്ചസ് ഒക്കെ മൊണേഷ്യസ് ആണ്, ഹെർമാഫ്രോഡൈറ്റ് ആണ്, അങ്ങനെ പറയാം നമുക്ക്. പിന്നെ നീറിയസ് എന്ന് പറയുന്നത് ഡയേഷ്യസ് ആണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. നീറിയസ് ഡയേഷ്യസ് ആയിട്ടുള്ളതും, പിന്നെ അതുപോലെ എർത്തുവോം ലീച്ചസ് ഒക്കെ മൊണേഷ്യസ് ആണ്. പിന്നെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണെന്നുള്ള പ്രത്യേകം. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്, അതായത് ലാർവൽ സ്റ്റേജസ് സാധാരണഗതിയിൽ അവൈലബിൾ ആണ്. ജനറലി നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ അല്ലേ? പിന്നെ യുണീക്ക് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ട്രൂ സെഗ്മെന്റേഷൻ. ശരിക്കും സെഗ്മെന്റേഷൻ കാണുന്ന ആ ഒരു പിന്നെ എന്താണ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ്. ഇതിന്റെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ
ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ഉണ്ട്, സർക്കുലർ മസിൽസ്. അത് രണ്ടും എന്ത് ലോക്കോമോഷനെ സഹായിക്കുന്നുണ്ട്. വളരെ ഈസി എടുക്കാം. നമുക്ക് ഒറ്റയടിക്ക് അതിന്റെ പിന്നെന്താണ് ലെഗ്സ് കാര്യങ്ങൾ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഇതിന്റെ ലോക്കോമോഷൻ സപ്പോർട്ട് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നതും പിന്നെ ഈ ടെറസ്ട്രിയൽ ഫോംസിൽ എർത്തോമിലൊക്കെ അങ്ങനെ ഒരു സ്ട്രക്ചറും പിന്നെന്താണ് ഈ ഒരു പിന്നെ നമ്മളുടെ അക്വാട്ടിക് ഫോംസ് ആയിട്ടുള്ള ഈ പിന്നെ നിറിസിനകത്തൊക്കെ കാണുന്നതാണ് പാരാപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറുകളാണ്. അപ്പൊ ഈ ഒരു ലോക്കോമോട്ടറി ഓർഗൻസ് ആർ സെറ്റ് ഓർ പാരാപോഡിയ പോയിന്റ് ആയിട്ടുണ്ട്. ഇതിന്റെ എക്സ്ക്രീഷൻ നെഫ്രീഡിയ വഴിയാണ്. അപ്പൊ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ മസിൽസ് ഈ മൊത്തം ലോക്കോമോഷൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബോഡിയിൽ മസിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ പെയ്ഡ് ഗാംഗ്ലിയ പ്രസന്റ് ആണ്. പെയ്ഡ് ഗാംഗ്ലിയ അതായത് ഹെഡിന്റെ അകത്ത് ആ ഒരു ബ്രെയിനിന് പകരമായിട്ട്, ബ്രെയിൻ എന്ന് പറയുന്ന ലെവലിലേക്കൊന്നും അഡ്വാൻസ്ഡ് അല്ല, ബ്രെയിനിന് പകരമായിട്ട് ഗാംഗ്ലിയ, ക്ലസ്റ്റർ ഓഫ് ന്യൂറോൺസ് എന്നാണ് ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഗാംഗ്ലിയ പ്രസന്റ് ആണ് ഹെഡിനകത്ത്. പിന്നെ ലാറ്ററൽ നെർവ്സ്, സൈഡിൽ 2 വശത്തു കൂടെ വരുന്ന നെർവ്സ്. പിന്നെ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്, ഡബിൾ വെൻട്രൽ 2 പോയിന്റുകൾ അതിനകത്തുണ്ട്. 2 നെർവ് കോഡുകളാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ആ 2 നെർവ് കോഡ് വെൻട്രൽ സൈഡിലൂടെയാണ് ബോഡിയുടെ പിന്നെ ആന്റീരിയർ പൊസിഷനിൽ നിന്നും പോസ്റ്റീരിയറിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന ഫെർട്ടിമ, ഹിരുഡിനേറിയ, ന്യൂറിയസ്. ഓക്കെ അല്ലേ? എക്സാമ്പിൾസോട് കൊടുത്തിട്ടുണ്ട്. എർത്തുവും ഫെറിറ്റീമ. പിന്നെ ലീച്ച് എന്ന് പറയുന്നത് ഹിരുഡിനേറിയ ആ കാറ്റഗറിയിൽപ്പെട്ടാണ്. ന്യൂറിയസ് എന്ന് പറയുന്നത് നമ്മൾ സാൻഡ് വോംസ്, മറൈൻ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ഒരു ഓർഗാൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് ഫൈലം ആർത്രോപോഡയിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മേജർ ആയിട്ടുള്ള മെയിൻ പോയിന്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഡീപ്പായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ചെറിയൊരു സെഷനിൽ, ചെറിയൊരു ക്രാഷ് പോലെ ചെയ്യുന്ന ഈ സെഷനിൽ നമുക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ കഴിയില്ല, സമയപരിമിതി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. നിങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ എപ്പോഴും ടീച്ചേഴ്സിന്റെ ഒരു വലിയ ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സൽ ടീമും സദാ സന്നദ്ധരായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻട്രൻസുമായി ബന്ധപ്പെട്ട എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് കൺഫ്യൂഷൻസ്, എന്ത് ക്വറീസ്, എന്ത് ആശങ്കകൾ എന്തുണ്ടെങ്കിലും നമ്മളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? നോക്കാം. അപ്പോ ഫൈലം ആർത്രോപോഡ. ഓക്കെ അല്ലേ? നോക്കല്ലേ കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ പേര് തന്നെ ഉണ്ട് ജോയിന്റഡ് ലെഗ്സ്, അതായത് ജോയിന്റഡ് ലെഗ്സ് ഉള്ള ഓർഗാനിസംസ് ആണ് ജോയിന്റ് ലെഗ്ഡ് ആനിമൽസ് എന്ന് പറയാം. അപ്പൊ നോക്കാം നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ട്ടോ. അപ്പൊ ഇതിനകത്ത് ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അഡ്വാൻസ്ഡ് ആയി തുടങ്ങി. സിമെട്രി ബൈലാറ്ററൽ ആണ്, ജെർമലേസ് ട്രിപ്പിളോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ഹാബിറ്റാറ്റ് കോസ്മോപൊളൈറ്റൻ, ലോകത്തെ എല്ലാ ഭാഗത്തും കാണുന്നതുകൊണ്ടാണ് കോസ്മോപൊളൈറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഡയറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, മൗത്തും ആനസും പ്രസന്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ഗിൽസ്, ബുക്കിൽസ്, ട്രക്കിയ, ബുക്ക് ലങ്സ്, അങ്ങനെയുള്ള ഒരുപാട് റെസ്പിറേറ്ററി മെക്കാനിസംസ് ഇതിനകത്ത് അവൈലബിൾ ആണെന്നുള്ള പ്രത്യേകത ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്, ബ്ലഡ് ഫ്രീലി ഫ്ലോസ് ത്രൂ ദ ബോഡി കാവിറ്റി ആൻഡ് ഇൻ സം അതർ റീജിയൻസ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. റീപ്രൊഡക്ഷൻ ഡയേഷ്യസ് ആണ് മോസ്റ്റ്ലി. പിന്നെ യൂഷ്വലി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇന്റേണൽ ആയിട്ടാണ്. മോസ്റ്റ്ലി ഒവിപാരസ് ആയിട്ടാണ് മെജോറിറ്റി ഓഫ് ഓർഗാനിസംസും ആ ഒരു പിന്നെന്താണ് റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ചില ഓർഗാനിസംസ് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതിയാണ് റീപ്രൊഡക്ഷൻ പ്രോസസ്സിന് ഭാഗമായിട്ട്. ചിലതാണെങ്കിൽ ഇൻഡയറക്റ്റ് ആണ്, ലാർവൽ സ്റ്റേജസ് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് യുണീക്ക് ഫീച്ചർ ആയിട്ട് വരുന്നത് ജോയിന്റഡ് അപ്പൻഡേജസ്. അപ്പൊ ജോയിന്റഡ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഒരു ഇതിന്റെ ലെഗുകളെ അല്ലെങ്കിൽ ഇതിന്റെ കയ്യോ കാലോ ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പറയുന്നത് അപ്പൻഡേജസ് ആണ്, ജോയിന്റഡ് അപ്പൻഡേജസ്. അപ്പോ ഈ ഒരു പിന്നെ ജോയിന്റഡ് അപ്പൻഡേജസ് എന്നുള്ള വേർഡ് അത് തന്നെയാണ് ആർത്രോപോഡ, ജോയിന്റഡ് അപ്പൻഡേജസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ആ ഒരു വേർഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ബോഡി ഹാസ് ഹെഡ്, ബോഡിക്ക് ഹെഡ് ഉണ്ട്. തൊറാക്സ്, അബ്ഡോമൻ, 3 റീജിയൻസ് ആണ് സാധാരണഗതിയിൽ കാണുന്നത്, ടെയിൽ ഉണ്ടാവില്ല. പിന്നെ കൈറ്റിനസ് ക്യൂട്ടിക്കിൾ, ഇതിന്റെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത് കൈറ്റിനസ് ക്യൂട്ടിക്കിൾ ആണ്. എക്സോസ്കെൽട്ടൻ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ബോഡിയുടെ ആ ഒരു കൈറ്റിനസ് ആയിട്ടുള്ള പാർട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഹാർഡ് ടഫ് ആയിട്ടുള്ള കൈറ്റിനസ് എക്സോസ്കെൽട്ടൻ കാണുന്ന ഓർഗാൻസ് ആണ്. പിന്നെ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അതിന്റെ എക്സ്ക്രീഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് സാധാരണഗതിയിൽ കാണുന്നത്. സെൻസ് ഓർഗൻസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ
ആന്റിന പ്രസന്റ് ആണ്, കോമ്പൗണ്ടൈസ് പ്രസന്റ് ആണ്, സിമ്പിളൈസ് ഉള്ള ഓർഗാനിസംസ് ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഈ ഒരു യുണീക്ക് ഫീച്ചേഴ്സിൽ സെൻസ് ഓർഗൻസ് ടെസ്റ്റ് എടുക്കുകയാണ്. ഇത്രയും സെൻസ് ഓർഗൻസ് ഉണ്ട്. കോമ്പൗണ്ടയെ കുറിച്ചൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആന്റിന എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആന്റിന, ചിലത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യും, ചിലത് മൂവ് ചെയ്യണമെന്നില്ല ചില ഓർഗാൻസിനകത്ത്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു വലിയ നിര ഈ ഒരു സെൻസ് ഓർഗൻസ് ഇതിനകത്ത് പ്രസന്റ് ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും അധികം ഓർഗാനിസംസ് ഉള്ള ഫൈലം ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഏകദേശം 12.5 ലക്ഷത്തിനടുത്ത് സ്പീഷീസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്രയും ടൈപ്പ് ഓർഗാനിസംസ് ഉള്ള ആ ഒരു കാറ്റഗറിയാണ് ഫൈലം ആർത്രോപോഡ എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്പൈഡർ, സ്കോർപ്പിയൻ, ക്രാബ്, പ്രോൺ, ഇൻസെക്ട്സ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഹണി ബി, ബാംബിക്സ്, പിന്നെ അതുപോലെ ലാക്സിഫർ, ലാക്ക, പിന്നെ ലാക്ക് ഇൻസെക്ട് എന്ന് പറയുന്നത്. പിന്നെ വെക്ടേഴ്സ് എന്ന് പറയുന്നത് അനോഫിലസ്, ക്യൂലസ്, ഈഡിസ് ഈജിപ്റ്റി, ഹൗസ് ഫ്ലൈ, ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസ് ആണ് അവരൊക്കെ. ഗ്രിഗേറിയസ് പെസ്റ്റ്, വളരെ വിനാശകാരിയായ പെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ലോക്കസ്റ്റ എന്ന് പറയുന്നത്. പിന്നെ ലിവിംഗ് ഫോസിലായിട്ട് വരുന്നതാണ് ലിമുലസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസം, ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്ന എന്നാൽ ആൻഷ്യൻ ക്യാരക്ടേഴ്സ് ക്യാരി ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ലിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആർത്രോപോഡ ഇൻ ഷോർട്ട്. ഇനി ഫൈലം മൊളസ്ക. മൊളസ്കയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ മൊളസ്ക എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബോഡിയുടെ ആയിട്ടുള്ള ആനിമൽസ് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ്, അതിന് പ്രത്യേകത ഉണ്ട് ഇവർക്ക്. അപ്പൊ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒരു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഓർഗൻ സിസ്റ്റം, സിമെട്രി, ബയലാറ്ററൽ, ജേർണലൈസ്ഡ്, ട്രിപ്പിൾ പ്ലാസ്റ്റിക്, സീലോമേറ്റ്, എല്ലാം അഡ്വാൻസ്ഡ് ആണ്, ഇനി നോക്കാനില്ല. ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആണ്. അതുപോലെ തന്നെ അക്വാട്ടിക് ആണെന്ന് പറഞ്ഞാൽ എല്ലാ അക്വാട്ടിക് അല്ല കേട്ടോ. അക്വാട്ടിക് ടെറസ്ട്രിയൽ ഫോംസും ഇതിനകത്ത് അവൈലബിൾ ആണ്. അക്വാട്ടിക് ഫോംസ് ഉണ്ട്, ടെറസ്ട്രിയൽ ഫോംസ് ഉണ്ട്. അതിൽ അക്വാട്ടിക് ആണ് കൂടുതൽ. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, മൗത്ത് ആനസ് കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗിൽസ്, അക്വാട്ടിക് ഫോംസിലെ ഗിൽസ് ആണ്. പിന്നെ പൾമനറി സാക്സ് ഇൻ ടെറസ്ട്രിയൽ ഫോംസിനകത്ത് പൾമനറി സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, റെസ്പിറേഷൻ നടക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്. പിന്നെ അതുപോലെ റീപ്രൊഡക്ഷൻ ഇത് ഡയേഷ്യസ് ഫോം ആണ്. ഒവിപാരസ് എഗ്ലൈങ് ഫോംസ് ആണ്. പിന്നെ ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, രണ്ട് രീതിയിലും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ യുണീക് ഫീച്ചേഴ്സ്, ബോഡി ഹാസ് ഹെഡ്, വിസറൽ മാസ്, മസ്കുലാർ ഫൂട്ട്, ഈ 3 പാർട്ടുകളാണ് ബോഡിക്കുള്ളത്. പിന്നെ ഹെഡ് ഹാസ് സെൻസറി ടെന്റിക്കിൾസ്, ഹെഡിന്റെ മേലെ സെൻസറി ടെന്റിക്കിൾസ് പ്രസന്റ് ആണ്. ഫെദർ ലൈക്ക് ഗിൽസ് ഫോർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ റെസ്പിറേഷൻ നടത്താൻ ഫെദർ ലൈക്ക് ഗിൽസ് പ്രസന്റ് ആണ്. അപ്പൊ ഗിൽസ് രണ്ട് പ്രോസസ്സുകൾക്കും സപ്പോർട്ട് ചെയ്യുന്നതാണ്, റെസ്പിറേഷനും എക്സ്ക്രീഷനും. പിന്നെ കാൽക്കേരിയസ് ഷെൽ, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഷെല്ല് ഇതിനകത്ത് പ്രസന്റ് ആണെന്നുള്ള പ്രത്യേകത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മാന്റിൽ എന്ന് പറയുന്ന റീജിയൻ, മാന്റിൽ ക്യാവിറ്റി എന്ന് പറയുന്ന റീജിയൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. പിന്നെ റാഡുല മൗത്തിനകത്ത് കാണുന്ന സ്ട്രക്ചർ ആണ്. അത് ഫുഡിനെ ചെറിയ ചെറിയ പൗഡർ ഫോമിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ് റാഡുല എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾസിൽ വരുന്നത് പില, പിങ്ടാഡ, സെപ്റ്റിയ, ലോലിഗോ, ഓക്ടോപ്പസ്, അപ്ലീസിയ, ഡെന്റാലിയം, ചീറ്റോപ്ലൂറ, ഇതൊക്കെ അല്ലെങ്കിൽ കെയ്റ്റോപ്ലൂറ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി എക്സാമ്പിൾസ് നോക്കുന്നത് നമുക്ക് പില, പിങ്ടാഡ, സെപ്റ്റിയ, ലോലിഗോ, ഓക്ടോപ്പസ്, അപ്ലീസിയ, ഡെന്റാലിയം, പിന്നെ കെയ്റ്റോപ്ലൂറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കൈറ്റൻ. അപ്പോൾ കെയ്റ്റോപ്ലൂറ ഓർ ചെയ്റ്റോപ്ലൂറ ഓർ കീറ്റോപ്ലൂറ, അങ്ങനെ പല രീതിയിലും പറയാറ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഫൈലത്തിലേക്ക് കടന്നാലോ നമുക്ക്? ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? എല്ലാ ഫീച്ചറുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് മാക്സിമം പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം നമ്മൾ പ്രിപ്പറേഷനിലായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ബി കോൺഫിഡൻറ്റ്, ബി ഹാപ്പി. അടുത്ത ഫൈലം എക്കിനോഡെർമേറ്റ. എന്താണ് കാര്യങ്ങൾ? സ്പൈനി ബോഡിയുടെ ആയിട്ടുള്ള ആനിമൽസ് ആണ്, സ്പൈനി ബോഡിയുടെ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ എങ്ങനെയാ വരുന്നത്? ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആണ്. റേഡിയൽ സിമെട്രി, പിന്നെ റേഡിയൽ സിമെട്രി അഡൽട്ടിൽ മാത്രമേ ഉള്ളൂ. ലാർവയിൽ ബൈലാറ്ററൽ സിമെട്രി ആണ്. ആ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, അത് ഒരു തവണ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്, സീലോമേറ്റ് ആണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. മൗത്ത് ആനസ് ഒക്കെ ആണ്. വെൻട്രൽ മൗത്ത്, ഡോർസൽ ആനസ്, വെൻട്രൽ മൗത്ത്, ഡോർസൽ ആനസ്, മുകൾ ഭാഗത്താണ് ആനസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഡെർമൽ ബ്രാങ്കിയെ,
എന്ന് പറയുന്നത് സ്കിൻ ഗിൽസ് ഓർ പാപ്പിലെ ആൻഡ് ടു ഫീറ്റ് ഇതൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്ന റെസ്പിറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടുകൾ. പിന്നെ ഇതിന് സർക്കുലേറ്ററി സിസ്റ്റം റെഡ്യൂസ്ഡ് ആൻഡ് ഓപ്പൺ ടൈപ്പ്. റെഡ്യൂസ്ഡ് ആണ്, ഓപ്പൺ ടൈപ്പ് ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡയേഷ്യസ് ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ഫോമിലാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. സീലിയേറ്റഡ് ഫ്രീ സ്വിമ്മിംഗ് ലാർവ, സീലിയേറ്റഡ് ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിംഗ് ലാർവ ഇതിനകത്ത് പ്രസന്റ് ആണ്. പിന്നെ ബോഡി ഈസ് കവേർഡ് വിത്ത് സ്പൈൻസ്, ബോഡി സ്പൈൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. സ്പൈനി ബോഡിയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹെഡ് ഇല്ല അതിന്. പിന്നെ കാൽക്കേരിയസ്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെൽറ്റൻ ഉണ്ട്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രസന്റ് ആണ്, ഉള്ളിലൂടെ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ്. ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഉള്ളിലൂടെ കയറി ഇറങ്ങി പോകുന്ന സമയത്ത് പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് മറ്റുള്ള സംഗതികളും ഈ പോകുന്ന വാട്ടറിന്റെ കൂടെ പുറത്തേക്ക് പോയിക്കോളും. പിന്നെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞാൽ ആസ്ട്രിയാസ്, എക്കിനസ്, എക്കിനോകാർഡിയം, ആന്റഡോൺ, പിന്നെ കുക്കുമേറിയ, ഒഫ്യൂറിയ, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ആസ്ട്രിയാസ് ഉണ്ട്, പിന്നെ അതിൽ എക്കിനസ് ഉണ്ട്, പിന്നെ എക്കിനോകാർഡിയ ഉണ്ട്, ആന്റഡോൺ ഉണ്ട്, ഒഫ്യൂറിയ, കുക്കുമേറിയ, ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് ഒക്കെ പരിചയമുള്ളത് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെഷൻ ഇവിടെ എങ്ങനെ ക്ലോസ് ചെയ്യാം. ഈ സെഷൻ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് ഫൈലം ഹെമികോഡേറ്റയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നോക്കാമല്ലോ എന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. അപ്പൊ ഇതിന്റെ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ അഡ്വാൻസ്ഡ് ആണല്ലോ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് വരുന്നത്. സിമെട്രി, ബൈലാറ്ററൽ, ജേർമലൈസ്, ട്രിപ്ലോബ്ലാസ്റ്റിക്, പിന്നെ അതുപോലെ സീലോമേറ്റ് ആണ്. ഹാബിറ്റാറ്റ് എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഓക്കെ, പിന്നെ ഡയജസ്റ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. റെസ്പിറേഷന് വേണ്ടി ഗിൽസ് ആണ് ഉപയോഗിക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്. റീപ്രൊഡക്ഷൻ ഡയേഷ്യസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു ഓർഗാൻസ് ആണ്. എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഒക്കെ പ്രസന്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിയുടെ പുറത്ത് വെള്ളത്തിൽ വെച്ചിട്ടാണ്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്, ലാർവൽ സ്റ്റേജസ് ആർ പ്രസന്റ്. കൺഫ്യൂഷൻ അല്ലല്ലോ അല്ലേ? പിന്നെ യുണീക് ഫീച്ചേഴ്സ്, വേം ലൈക്ക് സിലിണ്ട്രിക്കൽ ബോഡി വിത്ത് പ്രൊബോസിസ്, കോളർ, ട്രങ്ക്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. അപ്പൊ അങ്ങനെയുള്ള റീജിയൻസ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. അപ്പോൾ അങ്ങനെ 3 റീജിയൻസ് ഉള്ള ബോഡിയാണ്. കോളർ ബിയർ സ്റ്റോമോകോഡ്. കോളറിനകത്ത് സ്റ്റോമോകോഡ് എന്ന് പറയുന്ന നോട്ടോകോഡിന്റെ ഒരു റുഡിമെന്ററി ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ട്രക്ചർ അതിനകത്ത് പ്രസന്റ് ആണ്, സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ക്രീഷൻ ബൈ പ്രൊബോസിസ് ഗ്ലാൻഡ്. പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന പ്രത്യേക ഗ്ലാൻഡ് ഉപയോഗിച്ചിട്ടാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ബലനഗ്ലോസസും സാക്കോഗ്ലോസസും. ഈ ബലനഗ്ലോസിനെ ടങ് വോം എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഓർഗാനിസം ഗ്രൂപ്പാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ബലനഗ്ലോസസ്, അതുപോലെ സാക്കോഗ്ലോസസ്. റിയൽ ഇമേജുകൾ തന്നെയാണ്. നോക്കട്ടോ പിക്ചർ. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഫൈലം കോഡേറ്റ. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഒരു കാറ്റഗറി ഗ്രൂപ്പാണ് ഈ ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം ഈ ഫൈലം കോഡേറ്റയുടെ ഫീച്ചറുകൾ. ഓക്കെ അല്ലേ? അപ്പൊ ഫൈലം കോഡേറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ഇതിന്റെ മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് ആനിമൽസ് വിത്ത് നോട്ടോകോഡ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് ആൻഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഇതൊക്കെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കോഡേറ്റഡ്. പിന്നെ നോട്ടോകോഡ് ഈസ് ഫ്ലെക്സിബിൾ റോഡ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡ് ഡോർസൽ ലൈൻ ബിറ്റ്വീൻ അലിമെന്ററി കനാൽ ആൻഡ് നെർവ് കോഡ്. അപ്പോൾ നോട്ടോകോഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡാണ്, ലൊക്കേറ്റഡ് ഇൻ ദ മിഡ് ഡോർസൽ ലൈൻ. മിഡ് ഡോർസൽ സൈഡിൽ നടുവിലൂടെ മിഡ് ഡോർസൽ ലൈൻ ബിറ്റ്വീൻ അലിമെന്ററി കനാൽ ആൻഡ് നെർവ് കോഡ്. ബിറ്റ്വീൻ അലിമെന്ററി കനാൽ ആൻഡ് നെർവ് കോഡ് ഇൻ ദ എംബ്രിയോയില് അങ്ങനെയാണ് അത് അറേഞ്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. നെർവ് കോഡ്, നോട്ടോകോഡ്, ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ചാനൽ ടെയില്, പിന്നെന്താണ് ഈ ഒരു മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഹാർട്ട് പൊതുവെ വെൻട്രലി ആണ് പ്ലേസ് ചെയ്യാറ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ കോഡേറ്റയുടെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി കോഡേറ്റീവും നോൺ കോഡേറ്റീവും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്ര ഡിസ്കഷൻ കഴിഞ്ഞാലേ. അപ്പൊ നോട്ടോകോഡ് ഈസ് ഫൗണ്ട് ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. ഏതില്? കോഡേറ്റയില്. നോൺ കോഡേറ്റയിലോ അത് ആബ്സെന്റ് ആണ്. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ. കോഡേറ്റയില് അത് നോൺ കോഡേറ്റയിൽ എങ്ങനെയാണ്? വെൻട്രൽ ആണ്. ഇതിൽ ഡോർസൽ ആണ്, വെൻട്രൽ ആണ്, സോളിഡ് ആണ്, ഡബിൾ. ഇത് ഡബിളും സോളിഡും ആണെന്നുള്ള പ്രത്യേകത. ഹോളോ ആണ്, സിംഗിൾ ആണ്. അപ്പൊ ആ 2 വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കോഡേറ്റയിൽ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസന്റ്. അപ്പൊ ഇതിനകത്ത് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്
പ്രസന്റ് അല്ല, ആബ്സെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക. വെൻട്രൽ ഹാർട്ട്, ഈ പിന്നെ കോഡേറ്റയിൽ ഹാർട്ട് വെൻട്രൽ ആണ്, മറ്റതിൽ ഏതാണ്, നോൺ കോഡേറ്റയിൽ ഡോർസൽ ആണ്. എ പോസ്റ്റ് ആനൽ ടെയിൽ പാർട്ട് ഈസ് പ്രസന്റ്. പോസ്റ്റ് ആനൽ ടെയിൽ, അതായത് ആനസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള എക്സ്റ്റൻഷനെയാണ് നമ്മൾ സാധാരണ ടെയിൽ എന്ന് പറയാറ്. അപ്പൊ പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആണ്. ഏതില്, കോഡേറ്റയിൽ. നോൺ കോഡേറ്റയിൽ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ് ആണ്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസുകൾ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ഫൈലം കോഡേറ്റയിലെ സബ് ഫൈലംസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ സബ് ഫൈലം യൂറോ കോഡേറ്റ, സബ് ഫൈലം സിഫല കോഡേറ്റ, സബ് ഫൈലം വേർട്ടിബ്രേറ്റ. അപ്പൊ 3 സബ് ഫൈലംസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പതുക്കെ കിടക്കുകയാണ്. അതിലെന്താണ് സബ് ഫൈലം യൂറോ കോഡേറ്റ? നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ലാർവയുടെ വാലില് മാത്രമേ നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളൂ. ബോഡി ഈസ് കവേർഡ് വിത്ത് ബൈ ടെസ്റ്റ് മേഡ് അപ്പ് ഓഫ് ട്യൂണിസിൻ. ട്യൂണിസിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കവറിംഗ് കൊണ്ടാണ് ബോഡി കവർ ചെയ്തിരിക്കുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എക്സ്ക്ലൂസീവ്ലി ഈ ഗ്രൂപ്പ് മറൈൻ ആണ്, ഹെർമാഫ്രോഡൈറ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന അസിഡിയ, സാൽപ, ഡോളിയോലം, ഇവരൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സഫൈലം സിഫാലോകോഡേറ്റ. സെഫാലോകോഡേറ്റ നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഇസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ്. ജീവിതകാലം മുഴുവൻ ഈ നോട്ടോകോഡ് സസ്റ്റെയിൻ ചെയ്യുന്ന ഓർഗാൻസ് ആണ്. പിന്നെ ഫിഷിന് പോലുള്ള ബോഡിയാണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്, സെക്സ് സെപ്പറേറ്റ് ആണ്. അപ്പോ ഇനി ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ് ലാൻസെറ്റ് എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഓർഗാൻസ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്ത്, സഫൈലം വേർട്ടിബ്രേറ്റ. ഓക്കെ, സഫൈലം വേർട്ടിബ്രേറ്റയുടെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പിന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? പോസസ് നോട്ടോകോഡ് ഡ്യൂറിങ് ദ എംബ്രിയോണിക് പീരിയഡ്, അതായത് എംബ്രിയോണിക് പീരിയഡിൽ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും. പിന്നെ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. അഡൽട്ട് ആകുമ്പോഴേക്കും ഈ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് കാർട്ടിലേജസ് അല്ലെങ്കിൽ ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളം അവിടെ റീപ്ലേസ് ചെയ്ത് വരും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ വെൻട്രൽ മസ്കുലർ ഹാർട്ട് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ മസ്കുലർ ഹാർട്ട് ആണ്, വെൻട്രൽ സൈഡിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കിഡ്നീസ് ആണ് എക്സ്ക്രീഷൻ ഓസ്മോ റെഗുലേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ പെയ്ഡ് അപ്പൻഡേജസ്, ഫിൻസ്, ലിംസ് ഒക്കെ പെയ്ഡ് ആയിട്ടാണ് സാധാരണഗതിയിൽ കാണാറ്. ഓക്കെ, ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ പൊതുവെ അങ്ങനെയാണ് കാണാറ്. ഓക്കെ അല്ലേ? ഇനി ആ ഒരു സഫൈലം വേർട്ടിബ്രേറ്റയുടെ അല്ലെങ്കിൽ ക്രേനിയേറ്റ ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വേർട്ടിബ്രേറ്റ, അഗ്നാത്ത, അനാത്തസ്റ്റൊമാറ്റ ഇങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ അഗ്നാത്ത എന്ന് പറഞ്ഞാൽ ജോലസ് ഫിഷുകളുടെ കാറ്റഗറിയാണ്. അതിനകത്ത് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ക്ലാസ് ആണ് വരുന്നത്. ഈ നാത്തസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ബിയേഴ്സ് ജോസ്. അപ്പൊ ആ ഒരു സെഷനകത്ത് വരുന്നത് സൂപ്പർ ക്ലാസ് പിസസ്, അവർക്ക് ഫിൻസ് പ്രസന്റ് ആയിരിക്കും. സൂപ്പർ ക്ലാസ് ടെട്രാപോഡ, അവർക്ക് ലിംസ് ആയിരിക്കും പ്രസന്റ് ആയിരിക്കും. അപ്പൊ സൂപ്പർ ക്ലാസ് ഫിഷിനകത്ത് കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. ഫിഷസിന്റെ 2 കാറ്റഗറിയാണ്. ഈ ഒരു ടെട്രാപോഡയിൽ വരുന്ന ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലത് കാര്യങ്ങൾ. ഇനി സൈക്ലോസ്റ്റൊമാറ്റയുടെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ആ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ എടുക്കുന്നത് ഇതെന്താണ്? ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസംസ് ആർ എക്ടോ പാരസൈറ്റ് ഓൺ സം ഫിഷസ്. ഫിഷസിന്റെ മേലെ എക്ടോ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മെയിൻ ആയിട്ട്. ഇലോങ്ങേറ്റഡ് ബോഡി, ഇവർക്ക് വിത്തൗട്ട് സ്കെയിൽസ്, പെയ്ഡ് ഫിൻസ് ആബ്സെന്റ് ആണ്. പിന്നെ സ്കെയിൽസ് അങ്ങനെ കാണുന്നില്ല, സ്മൂത്ത് ബോഡിയാണ്. 6 to 15 pairs of gill slits for respiration. റെസ്പിറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് 6 മുതൽ 15 വരെ ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ് ആണ്. സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്, ഈ താടിയലുകളില്ല. അതുപോലെ തന്നെ സക്കിംഗ് സർക്കുലർ മൗത്ത്, റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള സക്കിംഗ് ചെയ്യുന്ന ആ സർക്കുലർ ആയിട്ടുള്ള മൗത്ത് ആണ് കാണുന്നത്. കാർട്ടിലേജസ് ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം, കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ക്രേനിയവും വെർട്ടിബ്രൽ കോളമാണ് കാണുന്നത്. സർക്കുലേഷൻ ഈസ് ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ആണ് ഇതിനകത്ത് കാണുന്നത്. മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ. അവര് ബ്രീഡിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഈ മറൈൻ എൻവയോൺമെന്റിൽ നിന്ന് അവര് ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അവര് ഫോം ചെയ്തു വന്ന ആ ഒരു റിവറിലേക്ക്, ഫ്രഷ് വാട്ടർ സ്ട്രീമുകളിലേക്ക് അല്ലെങ്കിൽ ലേക്കുകളിലേക്കൊക്കെ ഒരു മൈഗ്രേഷൻ നടത്തുന്ന പ്രത്യേകത ഈ ഒരു ഓർഗാനിസം ഗ്രൂപ്പിനകത്തുണ്ട്. ഈ സ്പോണിങ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, ഫെർട്ടിലൈസേഷൻ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഈ ബ്രീഡിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പോയ ഓർഗാനിസംസ് ഡെഡ് ആവും. പിന്നെ തിരിച്ചു വരുന്നത് അവരുടെ ലാർവ, അത് മെറ്റമോർഫോസിന് ശേഷം പതുക്കെ ഓഷനിലേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ഒരു മൈഗ്രേഷൻ നടത്തും. ഓക്കെ അല്ലേ? പിന്നെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന പെട്രോമൈസൺ, ലാംപ്രേ, അതുപോലെ മിക്സിൻ, ഹാക്ക് ഫിഷ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിക്ചറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയുള്ളത് സൂപ്പർ ക്ലാസ് പിസസ്. ആ പിസസിന്റെ കാറ്റഗറീസ് ആണ് കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. അപ്പൊ നമ്മൾ അത് 2 കോളമായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫീച്ചറുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫീച്ചറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഓക്കെ അല്ലേ? നോക്കട്ടോ.
അപ്പൊ ഇതിനകത്ത് ക്ലാസ് കോൺട്രാക്ടൈസ് ഫസ്റ്റ് കാറ്റഗറി, മറൈൻ സ്ട്രീംലൈൻഡ് ബോഡി, അതുപോലെ പ്രഡേഷ്യസ് ആണ്. ഈ കോൺട്രാക്ടൈസ് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ആയിട്ടുള്ള എൻഡോസ്കെൽറ്റൻ ആണ് ഇവർക്ക് കാണുന്നത്. കോൺട്രാക്ടൈസ്, മറ്റേ ഓസ്റ്റിക്ടൈസ് ബോണി എൻഡോസ്കെൽറ്റൻ ആണ്. അപ്പൊ ഈ കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആ ഒരു പിന്നെന്താണ് ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ്, ജീവിതകാലം മുഴുവൻ നോട്ടോകോഡ് ബോഡിയിൽ ഉണ്ടാവും എന്നുള്ള പ്രത്യേകതയാണ്. എന്നാൽ അതേസമയം ഓസ്റ്റിക്ടൈസിന്റെ കാര്യം, ഈ ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്നത് മറൈൻ ആണ്, ഫ്രഷ് വാട്ടർ ആണ്, അതായത് മറൈൻ എൻവയോൺമെന്റിലും ഫ്രഷ് വാട്ടറിനാണ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, പിന്നെ ഇതിന് ബോണി എൻഡോസ്കെൽറ്റൻ ആണ് ഈ ഒരു ഓസ്റ്റിക്ടൈസിന്. മറ്റത് കോൺട്രാക്ടൈസിന് ആ ഒരു പിന്നെ കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ആണ് സാധാരണഗതിയിൽ കാണുന്നത്. ഇനി നമുക്ക് താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കോൺട്രാക്ടൈസ് മാത്രം നോക്കാം. അപ്പൊ ഇതിനകത്ത് വെൻട്രൽ മൗത്ത് വെൻട്രൽ ആണ്, പവർഫുൾ ജോസ്, ഗിൽസ് വിത്തൗട്ട് ഓപ്പർക്കുലം. ഇവർക്ക് ഓപ്പർക്കുലം എന്ന് പറയുന്ന ഗിൽസിനെ കവർ ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ അവൈലബിൾ അല്ല, ഗിൽ കവറിങ് അതില്ല. സ്കിൻ വിത്ത് പ്ലാക്കോയിഡ് സ്കെയിൽസ്, സ്കിൻ വിത്ത് പ്ലാക്കോയിഡ് സ്കെയിൽസ്. പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുന്ന പ്രത്യേക ഷേപ്പുള്ള സ്കെയിൽസ് ആണ് സ്കിന്നിന്റെ മേലെ കവർ ചെയ്യുന്നത്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ഈ ടീത്ത് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്വേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാക്കോയിഡ് സ്കെയിൽ മോഡിഫൈ ചെയ്യുന്നതായ ടീത്ത് ആണ് അവരുടെ ബക്കൽ ക്യാവിറ്റിയിൽ വായിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നോ എയർ ബ്ലാഡർ, ഈ ഒരു കോൺട്രാക്ടൈസിനകത്ത് എയർ ബ്ലാഡർ പ്രസന്റ് അല്ല എന്നുള്ള പ്രത്യേകത. സോ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്, അതായത് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് വരും ഈ ഒരു നീന്തിക്കൊണ്ടേയിരിക്കണം. നീന്തൽ അല്ലെങ്കിൽ സ്വിമ്മിങ് നിർത്തി കഴിഞ്ഞാൽ അവർ താഴ്ന്നു പോകുന്നുള്ള പ്രത്യേകത ഉണ്ട്. പിന്നെ ഈ ഒരു കോൺട്രാക്ടൈസ് പോയിക്ലോതേംസ് എന്ന് പറഞ്ഞ കാറ്റഗറി പെട്ടതാണ്, കോൾഡ് ബ്ലഡഡ് ആണ്. സറൗണ്ടിങ് ടെമ്പറേച്ചറുകളിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഇവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മാറും. അപ്പൊ ഇവരുടെ ബോഡി സപ്പോർട്ടീവായ ടെമ്പറേച്ചറുള്ള പ്രദേശങ്ങളിൽ, മേഖലകളിൽ, റീജിയൻസിൽ ഇവർ സസ്റ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻസ് വളരെ ഭീകരമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് സപ്പോർട്ടീവായ ടെമ്പറേച്ചറുള്ള ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള പ്രത്യേകത ഉണ്ട്. അതിപ്പോ ഓസ്റ്റിക്ടൈസിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. 2 ചേമ്പേർഡ് ഹാർട്ട് ആണ്, ഒരു ഓറിക്കിൾ ഒരു വെൻട്രിക്കിൾ. പിന്നെ സെക്സ് സെപ്പറേറ്റ് ആണ്. മെയിൽസിനകത്ത് പെൽവിക് ഫിൻ ബിയേഴ്സ് ക്ലാസ്പേഴ്സ്. പെൽവിക് ഫിൻ എന്ന് പറഞ്ഞാൽ ലോവർ സൈഡിൽ കാണുന്ന ഫിൻസ് ആണ്, അതിന് ക്ലാസ്പർ ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്പർ എന്ന് പറഞ്ഞാൽ അത് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു പിന്നെ സെക്ഷൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ സാധാരണഗതിയിൽ മെയിൽ ഫീമെയിൽ ബോഡി ക്ലോസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലോസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്പർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, മെനി ആർ വിവിപാരസ്, അല്ലാത്തതുണ്ട്. ഇനി ഓസ്റ്റിക്ടൈസിന്റെ കാര്യം ആദ്യത്തെ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന്റെ മൗത്തിന്റെ പ്രത്യേകത ടെർമിനൽ മൗത്ത് ആണ്. 4 pairs ഓഫ് ഗിൽസ് വിത്ത് ഓപ്പർക്കുലം ഈച്ച് സൈഡ്, 2 സൈഡിൽ ഓപ്പർക്കുലം ഉണ്ട്, 4 പെയർ ഗിൽസും പ്രസന്റ് ആണ്. പിന്നെ സ്കെയിൽസ് ആർ സൈക്ലോയിഡ്, സ്കെയിൽസിന്റെ ഷേപ്പ് സൈക്ലോയിഡ്, അതുപോലെ ടീനോയിഡ് എന്ന് പറഞ്ഞ ഷേപ്പിലും സ്കെയിൽസ് പ്രസന്റ് ആണ്. സൈക്ലോയിഡ്, ടീനോയിഡ് ഏകദേശം ഓവൽ റൗണ്ട് ഷേപ്പിലോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഷേപ്പുകളാണ് ഇതൊക്കെ. എയർ ബ്ലാഡർ ഫോർ ബോയൻസി, ഈ ഒരു ഓസ്റ്റിക്ടൈസിന്റെ ബോഡിക്കകത്ത് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. അതുകൊണ്ട് ഇവരങ്ങനെ നീന്തിയില്ലെങ്കിലും മുങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സാധാരണഗതിയിലില്ല. പിന്നെ ഈ ഗ്രൂപ്പ് പോയിക്ലോതേംസ് ആണ്, കോൾഡ് ബ്ലഡഡ് ആണ്, മറ്റു ഫിഷിനെ പോലെ തന്നെയാണത്. 2 ചേമ്പേർഡ് ഹാർട്ട്, 1 ആറിക്കിൾ 1 വെൻട്രിക്കിൾ. അപ്പോൾ 2 ചേമ്പേർഡ് ഹാർട്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ സെക്സ് സെപ്പറേറ്റ് ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, മോസ്റ്റ്ലി ഒവിപാരസ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, മോസ്റ്റ്ലി ഒവിപാരസ്, സെക്സ് സെപ്പറേറ്റ് ആണ്. പിന്നെ ഡെവലപ്മെന്റ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, എഗ് വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ ആ പാരന്റ്സിന്റെ ഏകദേശം സെയിം പാറ്റേൺ തന്നെ ഫംഗ്ഷൻ ചെയ്തു തുടങ്ങുന്നു. അതേ അപ്പിയറൻസും അതേ ഫംഗ്ഷനിങ് ആണ് സാധാരണഗതിയിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ, മാറ്റാലോ അല്ലേ സ്ലൈഡ്. ഇത് കോൺട്രാക്ടൈസ് എക്സാമ്പിൾ ആണ്, സ്കോളിയഡൺ, പിന്നെ കാർക്കറോഡോൺ, പിന്നെ അതുപോലെ പ്രിസ്റ്റിസ്, ട്രൈഗൺ, ടോർപിഡോ, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിനകത്ത് ഓസ്റ്റിക്ടൈസിന് എക്സാമ്പിൾ ആയിട്ട് മറൈൻ വരുന്ന എക്സോസിറ്റസും ഹിപ്പോകാമ്പസും. പിന്നെ ഫ്രഷ് വാട്ടറിനകത്ത് ലേബിയോ, കട്ട്ല, ക്ലാരിയസ്. പിന്നെ അക്വേറിയത്തിനകത്ത് അക്വേറിയം ഫിഷുകളായിട്ട് ഓർണമെന്റൽ ഫിഷസ് ആയിട്ട് വരുന്ന ബെറ്റ, അതുപോലെ ടെറോഫില്ലം, ഏഞ്ചൽ ഫിഷ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫിഷുകളാണ്. ഓക്കെ അല്ലേ, മാറ്റാലോ അല്ലേ. ഇനി നമ്മൾ അതിനകത്ത് സബ്ഫൈലം വേർട്ടിബ്രേറ്റയില് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ എന്ന് പറഞ്ഞ സെഷനാണ് നോക്കുന്നത്, ടെട്രാപോഡ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം നോക്കുന്നത് ക്ലാസ് ആംഫിബിയാണ്. അപ്പോ അവരുടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കാം. ദേ ലീവ് ഇൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ആൻഡ് നീഡ് വാട്ടർ ഫോർ ബ്രീഡിങ്. അത് ഇവരുടെ ആ ഒരു പിന്നെ എഗ്ഗിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ പൊതുവെ വാട്ടർ, അക്വാട്ടിക് എൻവയോൺമെന്റിന്റെ ആ ഒരു പിന്നെ സാന്നിധ്യം
അല്ലെങ്കിൽ ആ ഒരു അക്വാറ്റിക് എൻവയോൺമെന്റിലാണ് ഇവർ സാധാരണഗതിയിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇവരുടെ അഡാപ്റ്റേഷൻ ആ രീതിയിലേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ബോഡി ഹാസ് ഹെഡ് ആൻഡ് ട്രങ്ക്, സം ഹാവ് ടെയിൽ. ബോഡി എന്ന് പറയുന്നത് പിന്നെ ഹെഡ്, ട്രങ്ക് ഈ രണ്ട് പോർഷൻസ് ആണുള്ളത്. ചിലതിനകത്ത് ടെയിൽ പ്രസന്റ് ആണ്, ചില ഓർഗാൻസിനകത്ത്. പിന്നെ മോയിസ്റ്റ് സ്കിൻ വിത്തൗട്ട് സ്കെയിൽസ്, മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആണ്, സ്കെയിൽസ് പ്രസന്റ് അല്ല. മോസ്റ്റ് ഹാവ് 2 pairs ഓഫ് ലിംബ്, 2 പെയർ ലിംബുകൾ ഇതിനകത്ത് പ്രസന്റ് ആണ്, നമുക്ക് കാണാവുന്നതാണ്. ടിംബാനമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പുറത്ത് തന്നെ നമുക്ക് ഹെഡിന്റെ താഴെയായിട്ട് തന്നെ കാണാൻ പറ്റും. പിക്ചറിൽ നമുക്ക് ടിംബാനത്തിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. പിന്നെ ഇതിന്റെ ഹാർട്ട് 3 chambered ആണ്, 2 ഓറിക്കിൾ 1 വെൻട്രിക്കിൾ, 2 ഓറിക്കിൾ 1 വെൻട്രിക്കിൾ, അങ്ങനെയുള്ള 3 chambered ഹാർട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഇത് പിന്നെ ഈ ഇതിന്റെ പ്രത്യേകതകൾ വരുന്ന മറ്റൊരു കാര്യമാണ് പോയിക്ലോതേംസ് ആണ്. നമ്മൾ നേരത്തെ എന്താണ് പോയിക്ലോതേംസ് പറഞ്ഞു? സറൗണ്ടിങ്സ് ടെമ്പറേച്ചറിനകത്ത് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രത്യേകതകൾ ഇവർക്കുണ്ട്. എലമെന്ററി കനാൽ, യൂറിനറി ബ്ലാഡർ, റിപ്രൊഡക്റ്റീവ് ട്രാക്ട്, യൂറിനറി സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് ട്രാക്ട്സ് എല്ലാം തുറക്കുന്നത് ഒരൊറ്റ പൗച്ച് ലൈക്ക് റീജിയനിലേക്കാണ്. ക്ലോക്ക ഓർ ക്ലോയാക്ക എന്ന് പറയുന്ന പൗച്ച് ലൈക്ക് റീജിയനിലേക്കാണ് ഈ ഒരു പിന്നെ ഡയസിസ് എന്നുള്ള ആ ഒരു കണക്ഷൻ വന്ന് കൊടുത്തിരിക്കുന്നത്. യൂറിനറി സിസ്റ്റത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മളെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ എല്ലാ കണക്ഷൻസും കൊടുത്തിരിക്കുന്നത് ബോഡിയുടെ ഉള്ളിലായിട്ട് കാണുന്ന ക്ലോക്ക ഓർ ക്ലോയാക്ക എന്ന് പറയുന്ന ആ ഒരു പൗച്ചിനകത്തേക്കാണ്. ഈ ക്ലോയാക്ക പുറത്തേക്ക് തുറക്കുന്നത് ക്ലോക്കൽ ഓപ്പണിംഗ് ഓർ ക്ലോയാക്കൽ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ്. അപ്പൊ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഈ ഫുഡ് വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാന്, പിന്നെ അതുപോലെ തന്നെ ഈ സ്പേം അല്ലെങ്കിൽ ഓവൻ ട്രാൻസ്ഫർ ചെയ്യാന്, യൂറിൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഒറ്റ ഓപ്പണിംഗ് ഉള്ളൂ, ക്ലോക്കൽ ഓപ്പണിംഗ്. ഓക്കെ. പിന്നെ ഇതിന്റെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് അത് ഗിൽസ് വഴിയാണ് റെസ്പിറേഷൻ, ലാർവയിൽ കേട്ടോ. പിന്നെ അതുപോലെ ലങ്സ്, സ്കിന്ന് വഴിയൊക്കെ റെസ്പിറേഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു മേഖലയാണത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ ലാർവയിലൊക്കെ ഗിൽസ് ആണ്. പിന്നെ അഡ്വാൻസ്ഡ് ആവുന്ന സമയത്ത് ലങ്സ്, സ്കിന്ന് വഴിയൊക്കെ റെസ്പിറേഷൻ പോസിബിൾ ആണ്. പിന്നെ സെക്സസ് ആർ സെപ്പറേറ്റ്, സെക്സസ് സെപ്പറേറ്റ് ആണ്, മെയിൽ ഫീമെയിൽ ഒക്കെ അവൈലബിൾ ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒവി പാരസ് ആണ് എന്നുള്ള പ്രത്യേകത, ഒവി പാരസ് ആണ്. പിന്നെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇത് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ് എന്നുള്ള പ്രത്യേകതയും സാധാരണഗതിയിൽ വരുന്നത്. ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ലാർവൽ സ്റ്റേജസ് ആണ് ഇതിനകത്ത് കാണുന്നത്. മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന പ്രോസസ് വഴിയായിട്ട് ലാർവ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അഡൽട്ട് ഓർഗാൻസ് പോലുള്ള ഒരു സെറ്റിംഗ്സിലേക്ക് വരുന്ന ഒരു സംവിധാനം ഇതിനകത്ത് കാണുന്നുണ്ട്, മെറ്റമോർഫോസിസ്. ഓക്കെ അല്ലേ? ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബൊഫോ, റന, ഹൈല, സലമാൻഡ്ര, പിന്നെ ഇക്തിയോഫിസ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇക്തിയോഫിസിന്റെ കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ഇക്തിയോഫിസ് ലിംബ്ലെസ് ആംഫീബിയൻ എന്നാണ് സാധാരണഗതിയിൽ പറയുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ക്ലാസ് റെപ്റ്റൈൽസിന്റെ ആ ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. എന്താ അത്? അപ്പൊ ഇതിന്റെ ആ ഒരു പിന്നെ സ്കിന്നിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നത് ഡ്രൈ കോണിഫൈഡ് സ്കിൻ, എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്. ഡ്രൈ ആയ കോണിഫൈഡ് ആയിട്ടുള്ള സ്കിന്നാണ്. എപ്പിഡെർമൽ സ്കെയിൽസ്, സ്ക്യൂട്ട്സ് ഒക്കെ അതിനകത്ത് പ്രസന്റ് ആണ്. പിന്നെ സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് എ സ്കിൻ കാസ്റ്റ്. അപ്പൊ കുറച്ച് ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഔട്ടർ സ്കിന്നിനകത്ത് ഡാമേജുകൾ വരാനുള്ള സാധ്യത ഈ ഓർഗാൻസിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഡാമേജുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവര് സ്കിന്ന് മൊത്തം റീപ്ലേസ് ചെയ്ത് പുതിയ സ്കിന്നിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്കിൻ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളിൽ മറ്റൊരു സ്കിൻ പതുക്കെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഉള്ളിലെ സ്കിന്നിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സ്കിൻ പതുക്കെ പൊളിഞ്ഞ് പോയിട്ട് പുതിയ സ്കിന്ന് അവിടെ റീപ്ലേസ്ഡ് ആവും. ഇതാണ് മെക്കാനിസം, സ്കിൻ കാസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ലിംസ് 2 pairs ആണ്. പിന്നെ ക്രോളിംഗ് മൂവ്മെന്റ് ഇതിനകത്ത് കാണുന്നത്, എഴഞ്ഞഴഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ട്, ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. പിന്നെ ടിംപാനം റെപ്രസെന്റ്സ് ഇയർ. ഇവരുടെ ചെവി എന്ന് പറയുന്നത് ഈ ടിംപാനം ആണ്, അല്ലെങ്കിൽ ചെവിയുടെ പ്രധാനപ്പെട്ട ഭാഗം ടിംപാനമാണ്. അത് ഈ ഹെഡിന്റെ വശങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? നമുക്ക് ടിംപാനം ഇതിനകത്ത് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഹാർട്ടിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 3 chambered ഹാർട്ടാണ്. പിന്നെ അതിനകത്ത് 4 chambered ഹാർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ക്രൊക്കഡൈൽസ്, അലിഗേറ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്. ആ കാരണം 4 chambered എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് 4 chamber അല്ല, പക്ഷെ നമ്മൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ അങ്ങനെ 4 chambered ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഈ റെപ്റ്റൈൽസ് 3 chambered ഹാർട്ടാണ്. ക്രൊക്കഡൈൽ, അലിഗേറ്ററും 4 chambered ഹാർട്ടാണ്. ഇനി ഇവർ പോയിക്ലോതേംസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സറൗണ്ടിങ് ടെമ്പറേച്ചറിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, കൂടെ കുറയാനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് വെൽ ഡെവലപ്ഡ് ആയ എലമെന്ററി കനാലാണ്. മൗത്ത് ടു ആനസ് കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എലമെന്ററി കനാലാണ് കാണുന്നത്. ഇതിന്റെ റെസ്പിറേഷൻ നടക്കുന്ന ലങ്സ് വഴിയാണ് റെസ്പിറേഷനും കാര്യങ്ങൾ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഒവി പാരസ് ആണ്. ഡെവലപ്മെന്റ് എന്താണ്? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്.
എഗ്ഗ് വിരിഞ്ഞ് പുറത്തു വരുന്നത് അതിന്റെ ആ ഒരു പാരന്റിന്റെ സെയിം ക്യാരക്ടറിസ് ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ആ ഒരു ഓർഗാനിസം ആയിരിക്കും. പക്ഷേ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ആവണമെന്നില്ല, ബേസിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി മെച്ചുവർ ആവുന്ന സമയത്താണ് ഫുൾ ഫീച്ചറുകൾ അപ്പിയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന കിലോൺ, ടെസ്റ്റഡോ, കെമലിയോൺ, പിന്നെ ഹെമിഡാക്ടൈലസ്, കലോട്ടസ്, ക്രൊക്കഡൈൽസ്, അലിഗേറ്റർ, ഇതൊക്കെ ഇതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അടുത്ത നമ്മൾ നോക്കുന്നത് ക്ലാസ് ഏവ്സ് നോക്കാലോ അല്ലെ. അപ്പോൾ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ഫെദേഴ്സ്, ബീക്ക്, അതുപോലെ തന്നെ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ടു വിങ്സ്. ഫോർ ലിംസ് വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഡ്രൈ സ്കിൻ വിത്തൗട്ട് ഗ്ലാൻഡ്സ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ടെയിൽ. ടെയിലിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഓയിൽ ഗ്ലാൻഡിന്റെ പ്രസൻസ് ഉണ്ട്, അല്ലാതെ കാര്യമായിട്ടുള്ള ഗ്ലാൻസ് ഒന്നും ഇതിനകത്ത് പ്രസന്റ് അല്ല. ഹൈൻഡ് ലിംസ് ഹാവ് സ്കെയിൽസ് ആൻഡ് ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, സ്വിമ്മിങ് ഓർ ക്ലാസ്പിംഗ് ദ ട്രീ ബ്രാഞ്ചസ്. ഹൈൻഡ് ലിംസിന്റെ മേലെ സ്കെയിൽസ് ഉണ്ട്. പിന്നെ ഹൈൻഡ് ലിംസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ വാക്കിങ്ങിന്, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന്, ക്ലാസ്പിംഗ് ദ ട്രീ ബ്രാഞ്ചസ് ഇങ്ങനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മോഡിഫൈ ചെയ്തതാണ്. പിന്നെ ലോങ് ഹോളോ ന്യൂമാറ്റിക് ബോൺസ്, ലോങ് ആയിട്ടുള്ള ഹോളോ ആയിട്ടുള്ള ന്യൂമാറ്റിക് എയർ കാവിറ്റീസോട് കൂടിയുള്ള ബോൺസ് ആണ് കാണുന്നത്. പിന്നെ ടിംപാനമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ടിംപാനം റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ. പിന്നെ 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. 4 ചേമ്പേർഡ് ഹാർട്ട് എന്ന് പറയുമ്പോൾ അത് 2 ഏട്രിയ 2 വെൻട്രിക്കിൾ. പിന്നെ ഹോമിയോതേമസ് ആണ്. ഇതുവരെ നമ്മൾ പറയാത്തൊരു ഫീച്ചറാണ് ഹോമിയോതേമസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പിന്നെന്താണ്, സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ എന്ത് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാലും ബോഡി ടെമ്പറേച്ചർ സ്റ്റഡി ആയിട്ട് നിർത്തുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ, ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഹോമിയോതേംസ് എന്ന് പറയുന്നത്. ആ കാറ്റഗറിപ്പെട്ട ഓർഗാനിസംസിനെ അങ്ങനെ ഹോമിയോതേംസ് പറയും. ഇവർ ഹോമിയോതേംസ് ആണ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഇവരുടെ ബോഡിയെ ബാധിക്കുന്നില്ല. വാം ബ്ലഡഡ് എന്ന് വരെ പറയാറുണ്ട് കേട്ടോ. ഡൈജസ്റ്റീവ് ട്രാക്ട് ഹാസ് അഡീഷണൽ ചേമ്പേഴ്സ്, ദ ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ഡൈജസ്റ്റ് ട്രാക്ടിനകത്ത് ക്രോപ്പ്, ഗിസാർഡ്. ഈ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നെക്കിന്റെ താഴെയായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. ഗിസാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫുഡ് മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്ത് ക്രീം ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കല്ല്, ചെറിയ ഷാർപ്പായിട്ടുള്ള ചെറിയ സ്റ്റോൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ഗിസാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബേർഡ്സ് പൊതുവെ ഈ കല്ലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുത്തി വിഴുങ്ങുന്നത്. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് ഈ ഫുഡിനെ പിന്നെ കല്ലിന്റെ കൂടെ ചേർത്ത് അരച്ച് ക്രീം ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ഡബിൾ റെസ്പിറേഷൻ മെക്കാനിസം ഇതിനകത്ത് കാണുന്നുണ്ട്. എയർ സാക്സ് കണക്റ്റഡ് ടു ദ ലങ്സ്. സാധാരണ ലങ്സ് പോലെയല്ല ഇതിനകത്ത് കാണുന്നത്, ലങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എയർ സാക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ പിന്നെ റെസ്പിറേഷനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനും കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യാനും പിന്നെ അതുപോലെ എയർ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ലങ്സിനകത്തുണ്ട്. ഇന്റേണൽ ഫെർട്ടിലൈസേഷന്റെ കാര്യം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഒവി പാരസ് ആണ് ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ് എന്നുള്ള പ്രത്യേകത. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, ഒവി പാരസ് ആണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ അല്ലേ? ഫീച്ചറുകളിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതിനകത്ത് കോർവസ്, ക്രോ, കൊളുംബ, സിറ്റാക്കുല, പിന്നെ സ്റ്റുത്തിയോ, പിന്നെ അതുപോലെ പാവോ, ആപ്റ്റനോഡൈറ്റസ്, പിന്നെ അതുപോലെ നിയോഫ്രോൺ, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. എല്ലാം നമുക്ക് പരിചയമുള്ള ബേർഡ്സ് തന്നെയാണ്. ഓക്കെ, മാറ്റാലോ അല്ലേ? അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് ക്ലാസ് മമേലിയയുടെ ഫീച്ചേഴ്സ്. ക്ലാസ് മമേലിയ. അപ്പൊ എന്താണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്? പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ്, മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്സ് ഇതിനകത്ത് പ്രസന്റ് ആണ്. അതാണ് മേജർ ആയിട്ടുള്ള ഫീച്ചർ. സ്കിൻ വിത്ത് ഹെയർ, അതായത് ഹെയറിന്റെ പുറത്ത് സ്കിന്ന് കാണുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. 2 pairs ഓഫ് ലിംബ്സ് ഫോർ വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, ബറോയിങ്, സ്വിമ്മിങ്, ഫ്ലൈയിങ്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 2 pairs ഓഫ് ലിംബ്സ് ഇതിനകത്ത് പ്രസന്റ് ആണ്. പിന്നെ ഇതിന്റെ എക്സ്റ്റേണൽ, ഇതുവരെ പറയാത്തൊരു ഫീച്ചറാണ് എക്സ്റ്റേണൽ ഇയർ. പിന്നെ പ്രശ്നമാണ് എക്സ്റ്റേണൽ ഇയർ. 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ഹോമിയോതേമസ് ആണ്. ഹോമിയോതേമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കേസാണല്ലോ. അതായത് പിന്നെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ഇപ്പോൾ സ്റ്റഡി ആയിട്ട് നിലനിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ ഇതിന്റെ മറ്റു ഫീച്ചറുകളിലേക്ക് പോവുകയാണെങ്കിൽ വെൽ ഡെവലപ്ഡ് എലമെന്ററി കനാൽ. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എലമെന്ററി കനാലാണ്. പിന്നെ അതായത് മൗത്ത് ടു ആനസ് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസും, അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ ഓർഗൻസും പ്രസന്റ് ആണ്. പിന്നെ ഡെന്റേഷൻ ഹെട്രോഡോൺ, ഒന്നിൽ കൂടുതൽ ടൈപ്പ് ടീത്ത്സ് പ്രസന്റ് ആണ്. പിന്നെ തീക്കോഡോൺ. അപ്പൊ തീക്കോഡോൺ എന്ന് പറഞ്ഞാൽ സോക്കറ്റുകളിൽ പല്ല് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയാണ്. ഡിഫിഡോൺ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് 2 sets ഓഫ് ടീത്ത്സ് ഇൻ എ ലൈഫ് സ്പാൻ. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെന്റേഷൻ സെറ്റിംഗ്സ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിന്റെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ലങ്സ് ഉപയോഗിച്ചിട്ടാണെന്നുള്ള പ്രത്യേകത ഉണ്ട്. ലങ്സ് തന്നെയാണ് മേജർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻ, അതന്നെ ഉള്ളൂ. സെക്സസ് ആർ സെപ്പറേറ്റ്. പിന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. പിന്നെ വിവി പാരസ്
അതിനകത്ത് എക്കിഡ്ന അതുപോലെ പ്ലാറ്റിപ്പസ് ഒക്കെ സാധാരണഗതിയിൽ ഒവി പാരസ് ആണ്. അവർ എക്സെപ്ഷൻ കേസസ് ആണ്. വിവി പാരസ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണെന്നുള്ള പ്രത്യേകത ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അഡൽട്ടിനോട് റിസംബ്ലൻസ് കൂടുതലായിട്ട് കാണിക്കുന്ന ആ ഒരു രീതിയിലാണ് പുറത്തു വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. അതിനകത്ത് പ്ലാറ്റിപ്പസ് ഒരു എക്സാമ്പിൾ ആണ്, കാങ്കരു, ഫ്ലൈയിങ് ഫോക്സ്, പിന്നെ അതുപോലെ തന്നെ മങ്കി, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ഒക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, പുതിയൊരു സംഗതി അല്ല. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ആൻസറുകളിലേക്ക് എത്താനും പറ്റാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മോഡലിന് വേണ്ടി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച് വൺ. എന്താണ് മിസ്മാച്ച് ആയിട്ടുള്ള ആ ഒരു എന്താണ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നോക്കാനുള്ളത്. അത് ടെറോഫില്ലം ഏഞ്ചൽ ഫിഷ്, പിന്നെ അതുപോലെ തന്നെ എക്സോസീറ്റസ് ഫ്ലൈയിങ് ഫിഷ്, പ്രിസ്റ്റിസ് സോഫ്റ്റ് ഫിഷ്, പെട്രോമൈസൺ സ്റ്റിംഗ്റേ. അപ്പൊ ഇതിൽ നമുക്ക് നോക്കുന്ന സമയത്തിന് ഒറ്റയടിക്ക് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് ഓരോ ഓർഗാനിസിനും പറയുന്ന മറ്റുള്ള പേരുകളൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രത്യേകത ഉള്ള പേരുകൾ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, പെട്രോമൈസൺ. പെട്രോമൈസൺ ആണ് ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ സ്പോഞ്ചസ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആണ്. ഇൻ ടിനോഫോറ ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ഇൻഡയറക്റ്റ്. ഓക്കെ, പിന്നെ ഇൻ എക്കിനോഡെർമേറ്റ സെക്സസ് ആർ സെപ്പറേറ്റ്. എക്കിനോഡെർമേറ്റ സെക്സസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ടിനോഫോറ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ ടിനോഫോറ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ എങ്ങനെ നോക്കുകയാണെങ്കിലും ശരിയല്ല. അപ്പൊ അതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എ, 2 ഓൺലി. ഓക്കെ അല്ലേ? 3, ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച് വൺ. മിസ്മാച്ച് ആവുന്ന ഇത് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? പാരാപോഡിയ നീറിസ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഡിസ്കഷൻ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നീറിസിനകത്ത് ലോക്കോമോഷൻ സഹായിക്കുന്ന സ്ട്രക്ചർ ആയിട്ട് ജോയിന്റഡ് അപ്പൻഡേജസ്, ലോക്കസ്റ്റ, ജോയിന്റഡ് അപ്പൻഡേജസിന്റെ കാറ്റഗറിയിൽ, അതായത് നമ്മൾ പിന്നെ ആർത്രോപോഡിയയുടെ കാറ്റഗറിയിൽ ലോക്കസ്റ്റ വരുന്നുണ്ടല്ലോ. പിന്നെ റാഡുല ക്യുക്കുമേറിയയിലല്ലല്ലോ നമ്മൾ പറഞ്ഞത്, മൊളസ്കയിലല്ലേ. അപ്പൊ അതാണ് അതിന്റെ നമുക്കൊരു അടുത്ത ഓപ്ഷൻ നോക്കാം. വേം ലൈക്ക് ഓർഗാനിസം. ബലാനോഗ്ലോസസ് ഓൾറെഡി വേം ലൈക്ക് ഓർഗാനിസം ആണ്. അപ്പൊ അത് റാഡുല തന്നെയാണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ആർത്രോപോഡ ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, thorax and abdomen and the respiratory organ മേ ട്രക്കിയ ആവാം. ട്രക്കിയ ആവാം, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ the larval stage of echinoderms is bilaterally symmetrical whereas its adult stage is radially symmetrical. Correct അല്ലേ? പിന്നെ sponges are the coelomates, asymmetric, diploblastic organisms with a tissue level of organization. അപ്പൊ അതിൽ അസിലോമേറ്റ്, അസിമെട്രിക്, ഡിപ്ലോബ്ലാസ്റ്റിക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അങ്ങനെ വരാനുള്ള സാധ്യത സാധാരണഗതിയിൽ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? സി ഓൺലി. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മാച്ച് ദ ഫോളോയിങ്. അപ്പൊ അതിനകത്ത് മാച്ച് ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഓർണിത്തോറിങ്കസ്. അപ്പൊ അതിന്റെ പേരുകൾ ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ നമുക്ക് വരണം. ഓർണിത്തോറിങ്കസ് ഏതുമായിട്ടാണ് മാച്ച് ആവുന്നത്? ഏതാണ് മാച്ച് ആവുന്നത്? നമ്മളുടെ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനുമായിട്ടാണ് ഓർണിത്തോറിങ്കസ് മാച്ച് ആവുന്നത്. പിന്നെ മക്കാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്നല്ലേ, മങ്കി. പിന്നെ ഇക്വസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാവുന്ന കേസാണ്. എന്താണ് ഇക്വസ്? ഈ ഒരു ഹോഴ്സ്
ആ ഒരു വേർഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. പിന്നെന്താണ് നാലാമത്തത്? മാക്രോപ്പസ് ഏതുമായിട്ടാണ് മാച്ച് ആവുന്നത്? കാങ്കരു. അപ്പോൾ അങ്ങനെ വരുമ്പോ ഏതാണ് ഇപ്പൊ ഓപ്ഷൻ വരിക? 1E 2A 3D 4C. കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ സിംഗിൾ ഓപ്പണിംഗ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ബോഡി സെർവ്സ് ആസ് ബോത്ത് മൗത്ത് ആൻഡ് ആനസ് ഇസ് ഫൗണ്ട് ഇൻ. ആ മൗത്തും ആനസും ആയിട്ട് ഒരു സിംഗിൾ ഓപ്പണിംഗ് കാണുന്ന ഓർഗാനിസം കാറ്റഗറി ഏതാണ്? ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അസ്കാരിസിനകത്ത് അങ്ങനെ വരില്ലല്ലോ. അസ്കാരിസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അഡാംസിയ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് അഡാംസിയക്ക് സാധ്യതയുണ്ട്. ഓർണിത്തോറിങ്കസ് ആ ഒരു കാറ്റഗറിയിൽ അഡ്വാൻസ്ഡ് അല്ലേ? അപ്പൊ അതിനകത്ത് മൗത്ത് ആനസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണും. പിന്നെ ആപ്റ്റിനോഡൈറ്റിസിൽ സാധാരണഗതിയിൽ അഡ്വാൻസ്ഡ് ആണ്. അതിലും അങ്ങനെ സാധാരണഗതിയിൽ കാണാറില്ല. അപ്പൊ ഏതാണ് ഇപ്പൊ നമുക്ക് അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് അഡാംസിയ. അഡാംസിയ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്. അഡാംസിയയിലാണ് അങ്ങനെ വരുന്നത്. പിന്നെ 7th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച്. ഏതാണ് വരുന്നത്? ക്ലാരിയസ് കോൺട്രിക്ടൈസ്. ക്ലാരിയസ് കോൺട്രിക്ടൈസ് ആണോ? പിന്നെ ഇക്തിയോഫിസ് ആംഫീബിയ കറക്റ്റ് ആണ്. ഒഫ്യൂറിയ ബ്രിട്ടിൽ സ്റ്റാർ കറക്റ്റ് ആണ്. പ്ലൂറോബ്രാക്കിയ ടിനോഫോറ കറക്റ്റ് ആണ്. അപ്പൊ ഏതാ വരിക? ക്ലാരിയസ്. ഓപ്ഷൻ എ ക്ലാരിയസ് ആണ് വരുന്നത്. പിന്നെ 8th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഏതാ വരുന്നത്? ക്രാബ്, ബട്ടർഫ്ലൈ, ഹോണിബി, സ്ക്വിഡ്. ഇതിനകത്ത് ആദ്യത്തെ മൂന്നും നമ്മൾ ആർത്രോപോഡ, ഫൈലം ആർത്രോപോഡയിലാണ്. സ്ക്വിഡ് ഫൈലം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, മൊളസ്ക കാറ്റഗറിയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ ഡി. പിന്നെ 9th ക്വസ്റ്റ്യൻ എന്താണ്? ഈ പിന്നെ ആംഫിയോക്സസ്, അപ്പൊ അതിന്റെ ആ ഒരു പിന്നെ കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പ് കൃത്യമായിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ആംഫിയോക്സസ് വരുന്നത് സെഫാലോകോഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ കാർക്കറോഡൺ എന്ന് പറയുന്നത് ഏതാണ്? ഓസ്റ്റിക്തൈസ കോൺട്രക്ടൈസ് ആണ്? ഏതാ വരുന്നത്? കോൺട്രക്ടൈസ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഓപ്ഷൻ ആണത്. പിന്നെ പെട്രോമൈസൺ, പെട്രോമൈസൺ ഏതിലാ വരുന്നത്? പെട്രോമൈസൺ ഏതാ വരുന്നത്? സൈക്ലോസ്റ്റൊമാറ്റ. പിന്നെ ഹെമിഡാക്ടൈലസ് ഏതാണ് കാറ്റഗറി? ഹെമിഡാക്ടൈലസ് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഓക്കെ, റെപ്റ്റീലിയ 3. പിന്നെ ഡെൽഫിനസ് ഏതാ വരിക? ഇനിയിപ്പോ ഒന്നല്ലേ ഉള്ളൂ, അത് മമേലിയ. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? എ ആണ്. 9th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആയിട്ട് വരുന്നത് എ ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ദെൻ ആ പേജ് നമ്മൾ കവർ ചെയ്തു, അടുത്തതിലേക്ക് പോവാം. പിന്നെ 10th ക്വസ്റ്റ്യൻ എന്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദ വൺ ഇസ് നോൺ ആസ് എ സ്കെൽട്ടൻ ഓഫ് സ്പോഞ്ചസ്. ഏതാണ് സ്കെൽട്ടൻ ഓഫ് സ്പോഞ്ചസ് ആയിട്ട് അറിയപ്പെടുന്നത്? ഏതാണ്? ഓസ്റ്റിയ ഓപ്പണിംഗ് ആണ്, സ്പോഞ്ചസിൽ കാവിറ്റി ആണ്, കോനസൈറ്റ് സെൽസ് ആണ്, അതിനകത്ത് സ്കെൽട്ടൻ ആണ് അറിയപ്പെടുന്നത് സ്പൈക്യൂൾസ് ആണ്. നെയിം ആൻ ഓർഗാനിസം വിത്ത് ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി. ഇതിനകത്ത് ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നുള്ളതാണ്. സിൽവർ ഫിഷ് ആർത്രോപോഡ കാറ്റഗറിപ്പെട്ട ഓർഗാനിസം ആയതുകൊണ്ട് അതിനകത്തില്ല. ഡബിൾ ഫിഷ് അഡ്വാൻസ്ഡ് ആണ്, അതിനകത്തില്ല. സ്റ്റാർ ഫിഷും അല്ല. അതിനകത്ത് വരുന്നത് ജെല്ലി ഫിഷ് ആണ്. കൺഫ്യൂഷന് യാതൊരു പിന്നെ വകയില്ലാത്തൊരു ഏരിയയാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. അതിനകത്ത് പിന്നെ ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി പ്രസന്റ് ആണ്. പിന്നെ അടുത്തത് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോസസ് നോട്ടോകോഡ് ഓൺലി ഡ്യൂറിങ് ലാർവൽ സ്റ്റേജ്. ഈ ലാർവൽ സ്റ്റേജിൽ മാത്രം നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസം ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഏതാണ് വരുന്നത് ഇതിനകത്ത്? പിന്നെന്താണ് ഈ ഡോളിയോലം. ഡോളിയോലം ഏതാ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെന്റാലിയം, ആന്റഡോൺ, ആംഫിയോക്സസ്. അപ്പോ ഈ ഒരു പിന്നെ നോട്ടോകോഡ് ലാർവൽ സ്റ്റേജിനകത്ത് വരുന്നത് ഏതാണ്? നമ്മളെ ട്യൂണിക്കേറ്റ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ട്യൂണിക്കേറ്റയിൽ വരുന്നത് ഏതാണ്? നമ്മളുടെ ഡോളിയോലം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. യൂറോകോഡേറ്റ ട്യൂണിക്കേറ്റയിൽ വരുന്ന ഒരേ ഒരു ഓർഗാനിസം ഉള്ളൂ, അത് ഡോളിയോലമാണ്. ബാക്കിയുള്ളതൊക്കെ റോങ് ഓപ്ഷൻസ് ആണ്. 12th ആൻസർ ഡോളിയോലം. പിന്നെ ഫംഗ്ഷൻ ഓഫ് ഫ്ലെയിം സെൽസ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. ന്യൂട്രീഷൻ അല്ല അതിന്റെ ഫംഗ്ഷൻ, സർക്കുലേഷൻ അല്ല, ബയോലുമിനസെൻസ് അല്ല, പിന്നെന്താണ്? ഓസ്മോ റെഗുലേഷൻ. അപ്പോൾ ഈ ന്യൂട്രീഷൻ, ബയോലുമിനസെൻസ്, സർക്കുലേഷൻ അല്ലാത്ത ഓപ്ഷൻ ഓസ്മോ റെഗുലേഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് 14th ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മസ്കുലർ ഫാരിങ്സ്. അപ്പൊ എങ്ങനെയാ അത് വരുന്നത്? അപ്പൊ അതിനകത്ത് പിന്നെ ടേപ്പോ, ലിവർ ഫ്ലൂക്ക്, പിന്നെ അതുപോലെ തന്നെ ഹുക്കുവോ, പ്ലനേറിയ, ഇതെല്ലാം ഒരേ ഗ്രൂപ്പിലാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ ടേപ്പുവും എന്ന് പറയുന്ന ആ ഓർഗാനിസവും ലിവർ ഫ്ലൂക്കും പ്ലാനേറിയൊക്കെ പ്ലാറ്റിഹെൽമിന്തസിനകത്ത്, ഹുക്കുവം എന്ന് പറയുന്നത് ആഷെൽമിന്തസിനകത്ത് വരുന്നതാണ്. ഈ ആഷെൽമിന്തസിന്റെ ഒരു മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് മസ്കുലർ ഫാരിങ്സ് എന്ന് പറയുന്നത്.
പ്ലാറ്റി ഹെൽമിന്തസിനകത്ത് അത് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ അത് സക്കേഴ്സ് എന്ന് പറഞ്ഞ സംഗതിയിൽ ചെറിയ ഡെവലപ്മെന്റ് അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ആയി വരുന്ന എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും മസ്കുലർ ആയിട്ടുള്ള ഫാരിങ്സ് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ട് കാണുന്നത് ഈ പറഞ്ഞ ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാൻസിനകത്താണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഹുക്വമാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി 15th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ്ലി മാച്ച്ഡ് പെയർ. ഫൈൻഡ് ദ റോങ്ലി മാച്ച്ഡ് പെയർ. അപ്പൊ എങ്ങനെയാണ്? ബംഗാരസ് ക്രേറ്റ്, അതുപോലെ ആന്റഡോൺ സി അനിമോൺ, ടെസ്റ്റഡോ ടോർട്ടോയ്സ്, കീലോൺ ടർട്ടിൽ. അപ്പൊ നമുക്ക് അതിനകത്ത് ഒറ്റയടിക്കുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. ബംഗാരസ് ക്രേറ്റ്, ആന്റഡോൺ സി അനിമോൺ, പിന്നെ അതുപോലെ തന്നെ കിലോൺ ടർട്ടിൽ, പിന്നെന്താണ് ടെസ്റ്റഡോ ടോർട്ടോയ്സ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഒരു നിലയ്ക്കും മാച്ച് ആവാൻ പറ്റാത്ത ഒരു കാറ്റഗറിയാണ്. ഈ ബംഗാരസ് ക്രേറ്റ് എന്ന് പറയുന്നതൊക്കെ കറക്റ്റ് ആണല്ലോ. കിലോൺ ടർട്ടിലാണ്, ടെസ്റ്റഡോ ടോർട്ടോയ്സ് ആണ്. അതിനകത്ത് മാച്ച് ആവാത്ത എന്താണ്? ആന്റഡോൺ സി അനിമോൺ. ആന്റഡോൺ സി അനിമോൺ എന്ന് പറയുന്ന ഓപ്ഷൻ മാച്ച് ആവുന്നതല്ല. അപ്പൊ നമ്മളുടെ ഈ ഒരു 15ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ആന്റഡോൺ സി അനിമോൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതാണ്? അനിമൽ ആൻഡ് ഇറ്റ്സ് ഫൈലം ഈസ് ഗിവൺ ബിലോ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മാച്ചിങ് പെയർസ്. ഏതാ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന പെയർ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിൽ സി കുക്കുംബർ ഏത് കാറ്റഗറിയാണ്? ഏത് ഫൈലമാണ്? എക്കിനോഡെർമേറ്റ. കറക്റ്റ് അല്ലേ? സിൽവർ ഫിഷ് മോളസ്ക അല്ലല്ലോ. സാധാരണ സിൽവർ ഫിഷ് എന്ന് പറയുന്നത് ആർത്രോപോഡ കാറ്റഗറി പെടുന്നതാണ്. സി അനിമോൺ ഹെമികോഡേറ്റ മാച്ച് ആവുന്നില്ലല്ലോ. കട്ല ആർത്രോപോഡ മാച്ച് ആവുന്നില്ല. പിന്നെ കട്ടിൽ ഫിഷ് മോളസ്ക മാച്ച് ആവുന്നുണ്ട്. ഡോഗ് ഫിഷ് സിലിണ്ടറേറ്റ മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ വരുന്ന ഏതാണ്? ഈ 1ഉം 5ഉം മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. പിന്നെ 17th ക്വസ്റ്റ്യൻ, നോട്ടോകോഡിൻ കോഡേറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം. നോട്ടോകോഡിൻ കോഡേറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ഏതിൽ നിന്നാണ് നോട്ടോകോഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. എൻഡോഡം, എക്ടോഡം, മീസോഡം, പെരിഡം. ഏതാ വരിക? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? മിസോഡം എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ വരുന്നത്. പിന്നെ അടുത്ത 18th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് പിന്നെ ട്യൂണിക്കേറ്റ്സ് ആർ. ട്യൂണിക്കേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഏതിൽ വരുന്നതാണെന്നുള്ളതാണ്. ട്യൂണിക്കേറ്റ്സ് എന്ന ഗ്രൂപ്പ് അതിൽ വേർട്ടിബ്രേറ്റ്സ് ആണോ? വേർട്ടിബ്രേറ്റ്സ് ആ കാറ്റഗറിയിലല്ലല്ലോ വരുന്നത്. സിഫാലോകോഡേറ്റ്സ് അങ്ങനെ നമ്മൾ വരാറില്ല. പിന്നെ ഹെമികോഡേറ്റ അല്ല. പിന്നെ ഏതാണ്? യൂറോകോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ അങ്ങനെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ട്യൂണിക്കേറ്റ്സ് ആർ യൂറോകോഡേറ്റ്സ്. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഒന്ന് എ ഓപ്ഷൻ കറക്റ്റ് അല്ല, പിന്നെ സിഫലോകോഡേറ്റ കറക്റ്റ് അല്ല, ഹെമികോഡേറ്റ്സ് കറക്റ്റ് അല്ല. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 19th ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ബിലോ ക്യാരക്ടേഴ്സ് ആർ സെയിം ഫോർ ബോത്ത് കോൺട്രക്ടൈസ് ആൻഡ് ഓസ്തൈസ്. ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനും പിന്നെ മാച്ച് ആവുന്ന ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. എയർ ബ്ലാഡർ രണ്ടിലും പ്രസന്റ് അല്ല. പിന്നെ പ്രസൻസ് ഓഫ് ക്ലാസ്പേഴ്സ് അത് പിന്നെ ഓസ്റ്റിക് തൈസിനകത്ത് പ്രസന്റ് അല്ല, കോൺട്രാക്ട് തൈസിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതുമല്ല. പിന്നെ പ്ലക്കോയിഡ് സ്കെയിൽസ് അത് കോൺട്രാക്ട് തൈസിന്റെ ഫീച്ചറാണ്. അപ്പൊ അതുമല്ല. പിന്നെ ഏതാ വരുന്നത്? പോയ്ക്ലോതേമസ്. അത് രണ്ടും പോയ്ക്ലോതേമസ് ആണ്. ആ ഫീച്ചർ രണ്ടിനും മാച്ച് ആവുന്നുണ്ട്. ഓപ്ഷൻ ബി. 20th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ മോസ്റ്റ് റിസംബ്ലൻസ് ടു സൂപ്പർ ക്ലാസ് പീസസ്. സൂപ്പർ ക്ലാസ് പീസസിന് കൂടുതൽ പിന്നെ റിസംബ്ലൻസ് ഉള്ള ഗ്രൂപ്പ്. ജെല്ലി ഫിഷ് മാച്ച് ആവാൻ സാധ്യതയില്ല. കട്ടിൽ ഫിഷ്, സിൽവർ ഫിഷ് ഇതൊന്നും ഈ കാറ്റഗറിയിൽ വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവരൊക്കെ എന്താണ്? ബേസിക് ആയിട്ടുള്ള ഓർഗാനിസം ഗ്രൂപ്പുകളാണ്, ലോവർ ലെവൽ ഓർഗാനിസംസ് ആണ്. അപ്പൊ അതിനകത്ത് മാച്ച് ആവുന്ന ഒന്നേ ഉള്ളൂ. അതേതാണ്? ഹാക്ക് ഫിഷ്. ഓപ്ഷൻ ബി ഹാക്ക് ഫിഷ്. അപ്പൊ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള പിന്നെ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ചാപ്റ്റർ ആണത്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻ കണ്ടെത്തുക, ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൂടുതൽ റിസോഴ്സ്ഫുൾ ആവുക. നിങ്ങൾ കൂടുതൽ റിസോഴ്സ്ഫുൾ ആവുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻറ്റയർ യൂണിവേഴ്സൽ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തുക. ഏറ്റവും ഉന്നതമായ വിജയത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. വിജയം എന്നും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.